ഇന്ന് ദൈവം സഹായിച്ച് ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പം നമുക്കൊപ്പം എനിക്കൊന്ന് ഒരു 6 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ലാലേട്ടനൊപ്പം ഞാൻ ഒരു 7 സിനിമ ചെയ്തിട്ടുണ്ട്. അതിനെക്കാട്ടിലൊക്കെ ഉപരി മലയാളത്തിൻ്റെ പുണ്യങ്ങളാണ് മമ്മൂട്ടി, മോഹൻലാൽ. ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടെ മുമ്പിൽ പോയി ഞാൻ നിന്നാൽ ഞാൻ ആരാണെന്ന് പറയണ്ട. അവർക്ക് അവരുടെ കണ്ണുകൾക്ക് എന്നെ അറിയാം എന്നത് എൻ്റെ മലയാളി എന്ന നിലയിൽ, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, ഒരു സിനിമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ മൊമെൻ്റാണ്. ഏറ്റവും വലിയ നിസ്സഹായൻ സത്യത്തിൽ കലാകാരനാണ്. റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമുക്കിപ്പം ആക്ടർ കൈലാഷാണ്. നമസ്കാരം. നമസ്കാരം. മുഖം കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഹരിദാസനെ തന്നെയാണ്. പാർത്ഥൻ കണ്ട പരലോകം എന്ന് പറയുന്ന സിനിമയിലാണെന്ന് തുടക്കമെങ്കിലും കൈലാഷം നടനെ രജിസ്റ്റർ ചെയ്യുന്നത് നീലത്താമര തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു ഹരിദാസിലേക്കുള്ള ഒരു കടന്നുവരവ്? ആദ്യം തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ദിവസങ്ങൾ മുമ്പോട്ടേക്ക് പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും വലിയ എൻ്റെ ലൈഫിലെ ഓർമ്മപ്പെടുത്തൽ തീർച്ചയായിട്ടും ഹരിദാസനും നീലത്താമരയൊക്കെ തന്നെയാണ്. നീലത്താമര ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കൊരു എത്ര പ്രാവശ്യം പറഞ്ഞാലും എനിക്ക് പറയാനുള്ള കാര്യം കൂടിയാണ്. കേൾക്കുന്നവർക്ക് എത്രയാവും എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ സിനിമ 2009-10 അപ്പോൾ 9 അറിയാമല്ലോ, നമുക്ക് ഇന്ന് ഇത്രയും പോലെ സോഷ്യൽ മീഡിയാസ് ഒന്നും ഇല്ല. നമുക്കിങ്ങനെ ഒരാൾക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുക, അവർ പോയി നേരിട്ട് കാണുക എന്ന് പറയുന്നൊരു കാലമാണത്. പിന്നെ അന്ന് ഇതേപോലെ ഇത്രയും ഓഡീഷൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസുകൾ എങ്ങനെയും എത്തിക്കുക എന്നൊക്കെയുള്ളത് വളരെ ശ്രമകരമായൊരു ചുറ്റുപാടാണ്. അങ്ങനെ ഞാൻ സിനിമ മാഗസിൻസുകളാണ് അന്നത്തെ എൻ്റെ റെഫറൻസുകൾ. അവിടെ നിന്നാണ് നമുക്ക് സോഴ്സ് ഉള്ളൂ. ഇന്നത്തെ പോലെ സിനിമ വളരെ ദൂരത്താണ് നമുക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ചിത്രഭൂമിയുടെ അതിനകത്തൊരു ഫസ്റ്റ് പേജിൽ ഇങ്ങനെ പുതിയ സിനിമ ചെയ്യുന്നതും ഇങ്ങനെ ഒരു നീലത്താമര gmail.com എന്ന് പറയുന്ന ഒരു ഇമെയിലിലേക്ക്, അന്ന് ഇമെയിൽ ചെയ്യണമെങ്കിൽ നമ്മളൊരു കഫേയിൽ പോകണം. ആ കാലമാണ്. അപ്പോൾ അത് ഇന്നത്തെ പുതിയ ഒരു തലമുറയ്ക്ക് അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മൾ ഫോട്ടോ വേണമെങ്കിൽ ഒരു ഫ്ലോപ്പി ഡിസ്കിലോ ഇന്നത്തെ പോലെ USB പോലും നമ്മളിലില്ല, അല്ലെങ്കിൽ CD-ലോ ആണ് നമ്മൾ കൊണ്ടുനടക്കുക. അപ്പോൾ ഇത് അവിടെ മെയിൻ ഹെഡ് സിസ്റ്റത്തിൽ കൊടുത്തിട്ട് അവർ കോപ്പി ചെയ്ത് നമുക്ക് ആ സിസ്റ്റത്തിലേക്ക് തരും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ചെയ്തിട്ടൊക്കെയാണ് അയക്കണത്. ഇന്നിപ്പോൾ നമ്മളൊരു സെക്കൻഡിൽ ക്ലിക്ക് ചെയ്യല്ലേ. അങ്ങനെ അയച്ചു കൊടുത്തിട്ടാണ് ആ അറ്റംപ്റ്റ് തുടങ്ങുന്നത്. കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റു പല സിനിമകൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു വലിയ യാത്രയാണത്. ഞാനതിങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹരിദാസായിട്ട് മാറുമ്പോൾ ആ മുഖം ഒന്ന് രജിസ്റ്റർ ചെയ്തു. ഹരിദാസൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് മുന്നേ നമ്മളൊരു കഥാപാത്രത്തിനെ കണ്ടിരുന്നെങ്കിലും പുതിയ ജനറേഷന് ഹരിദാസൻ എന്ന കൈലാഷിൻ്റെ മുഖമാണ്. ആ ഒരു വലിയൊരു തുടക്കമായിരുന്നു ലാൽ ജോസ്, MT, കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളായിരുന്നു എന്നുള്ള അറിയായിരുന്നു. പഴയ നീലത്താമര കണ്ടിട്ടാണോ ഓഡീഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് കേട്ടപ്പോഴുള്ള സന്തോഷം, അല്ലെങ്കിൽ അതൊന്ന് 1 by 1 ആയിട്ട് പറയുമെങ്കിൽ കുറച്ചുകൂടെ. ഓഡീഷൻ ഞാൻ പറഞ്ഞില്ല, ആദ്യം നമ്മൾ ഫോട്ടോ കാണുക അല്ലെങ്കിൽ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനന്ന് പല സിനിമകൾക്ക് വേണ്ടിയിട്ട് ഞാനന്ന് ഇമെയിലിൽ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ അറിയില്ല, നീലത്താമരയുടെ പലപ്പോഴും ഞാൻ പല കഫേകളിൽ പോയി അയക്കും. കുറേ കഴിയുമ്പോൾ സെൻഡിങ് ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ വരും. അന്ന് അങ്ങനെയാണ് ഇമെയിൽ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ കഫേയിൽ പോയിട്ട് വെയിറ്റ് ചെയ്യണം. അന്ന് കഫേയിൽ ഇപ്പം ഇന്റർനെറ്റ് കഫേയിൽ എപ്പോഴും ഒരു 5 അല്ലെങ്കിൽ 4 ക്യാബിൻസ് ആയിരിക്കും. അതിനകത്തേക്ക് സിസ്റ്റം ഇരിക്കാം. മണിക്കൂറിനാണ്. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റിന് ഒരു പൈസ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പൈസയേ ഉള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ അവിടെ തിരക്കാണെങ്കിൽ നമ്മൾ നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു കാലമാണ്. തിരുവല്ലയിൽ അയച്ചു, എറണാകുളത്ത് വന്ന് അയച്ചു നോക്കി. ഇത് മാത്രം എനിക്ക് ഒരിക്കലും ഈ ഇമെയിലിലേക്ക് എൻ്റെ ഫോട്ടോ പോകില്ല. അപ്പോൾ ഞാൻ അയച്ചത് എന്താണ്, ഞാൻ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്റർനെറ്റ് കഫേയാണ് കുറച്ചുകൂടെ ബെറ്റർ, ഇന്റർനെറ്റ് കഫേ പോകാമെന്ന് വിചാരിച്ചിട്ട് അന്ന് ഇന്റർനെറ്റ് കഫേയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് വളരെ സ്പീഡുള്ള ഇന്റർനെറ്റ് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളൊക്കെയാണ് വരും. അങ്ങനെ ഞാൻ എറണാകുളത്ത് വന്ന് 2-3 സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഇത് അയച്ചു കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് റെസ്പോൺസ് ഒന്നും വരുന്നില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾക്ക് ലാൽ ജോസ് സാറുമായിട്ട് പരിചയമുണ്ട്. അതൊരിക്കലും അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അദ്ദേഹത്തോട് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ അയച്ചിട്ട് എനിക്കത് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഇമെയിൽ അഡ്രസ്സ് തരാം, ആ ഇമെയിൽ അഡ്രസ്സ് അയക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം തിരിച്ചു വിളിച്ചെനിക്ക് ഇമെയിൽ അഡ്രസ്സ് തന്നു. ഇത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു ഈ ഇമെയിൽ അഡ്രസ്സ് ഞാൻ പലപ്പോൾ ശ്രമിച്ചാണ്, നടക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ വീണ്ടും പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഇനിയും തിരിച്ചു വിളിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ലാൽ ജോസിന് എപ്പോഴും
അത്തരത്തിൽ വിളിക്കുന്നത് ഫോഴ്സ് ചെയ്യുന്നതൊന്നും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വളരെ പ്രൊഫഷണലാണ്. സൗഹൃദം വേറെയാണ്. സിനിമ തുടങ്ങിയാൽ അദ്ദേഹം സിനിമയോട് കാണിക്കുന്ന അപ്രോച്ച് കംപ്ലീറ്റ്ലി സീരിയസ് ആയിരിക്കും. ഞാൻ ഓൾറെഡി ചോദിച്ചു, അദ്ദേഹം ഇമെയിൽ തന്നു. പിന്നെ ലോകത്ത് എല്ലാവരും ഇമെയിൽ അയക്കുന്നുണ്ടല്ലോ, ഫോട്ടോസ് അയക്കുന്നുണ്ട്, നിനക്ക് മാത്രം കിട്ടുന്നില്ല എന്ന് എനിക്കിനി പറയാൻ കഴിയില്ല പറഞ്ഞു. ഞാൻ ആകെ പെട്ടുപോയി. ഞാൻ വീണ്ടും ഒരു കഫേ കയറി വീണ്ടും അയച്ച്. അപ്പം എനിക്കറിയില്ല അത് എങ്ങനെ കിട്ടുന്നുണ്ട്, അത് എനിക്കറിയില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തെ വീണ്ടും കണ്ടു. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ എനിക്ക് പരിചയമുള്ള ആളാണ്, നൗഷാദ് ഖാൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ചാച്ചാന്നാണ് ഞാൻ വിളിക്കുക ഞങ്ങളെല്ലാവരും. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വീണ്ടും പോയി കണ്ടിട്ട് പറഞ്ഞ് ഞാൻ അയച്ചിട്ടുണ്ട്, പക്ഷെ ഇതാണ് സാഹചര്യം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ. അപ്പം ഇതിനിടയ്ക്ക് ദിവസങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ നാളായപ്പോൾ പലയിടത്തും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു, അപ്പം ഈ പറഞ്ഞ ആൾ എറണാകുളത്തുണ്ട്, നീ വേണമെന്ന് കണ്ടു നോക്കുമെന്ന് അവർ തമ്മിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയിട്ട് അദ്ദേഹത്തെ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഉണ്ടോ ഇമെയിലിൽ ഫോട്ടോസ് കണ്ടിരുന്നു. ഇമെയിലെത്തി അവിടെ എത്തിന്ന് ഞാൻ നേരിട്ട് കണ്ടു. നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ, എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അന്ന് ഇവിടെ പോലെ ഒരു ബാഗിൽ കുറച്ച് ഫോട്ടോസും അങ്ങനെയൊക്കെയാണ് കൊണ്ട് നടക്കുന്നത്. അപ്പം എൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പം അതിന് 2 ഫോട്ടോ അദ്ദേഹം എടുത്തു. അപ്പോൾ അവിടെ ഒരു ക്യാമറ ആളുണ്ട്. അപ്പം ഒരു ഫോട്ടോ എടുക്കണം, എന്നാൽ അവരൊരു ഫോട്ടോ എടുത്തു. ഇത് എന്നെ മാത്രമല്ല കേട്ടോ, പലരുടെയും നടക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ പലരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അറിയിക്കാൻ പൊക്കോളാൻ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഈ ഫോട്ടോയുടെ പുറകിൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ എഴുതി വെക്കും. അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ്. കുറേ ദിവസം ശേഷം ഒന്നും സംഭവിക്കണില്ല. അത് കഴിഞ്ഞൊരു എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഒരു ഒരു അസിസ്റ്റൻ്റ് അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വേറൊരു സ്ഥലത്ത് വന്ന് കുറച്ച് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. മുണ്ട കൊടുത്തിട്ട് പറഞ്ഞു. അപ്പം ഞാനൊരു മുണ്ട കൊടുത്തിട്ട് അത് പോയി. പിന്നെ നമുക്കറിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു 10-15 ദിവസം പോകും. നമ്മളിങ്ങനെ വെയിറ്റിംഗ് ഉണ്ട് എവിടേക്കോ. അത് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, പാരലിൽ നമ്മൾ പല സിനിമകൾക്ക് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പം ഈ സാറിനെ നേരിട്ട് വിളിക്കാൻ പേടിയാകുന്നുണ്ട്. ഈ അസിസ്റ്റന്റിനെ വിളിക്കും, എന്തെങ്കിലും ആയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അത് ഇല്ല, ഒന്നും ആയിട്ടില്ല എന്ന് പറയും. ഒരു ദിവസം എൻ്റെ അടുത്ത് സാറ് നേരിട്ടല്ല, ഇദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കോഴിക്കോട് നിന്ന് പോകണം, അവിടെ MT സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ദൈവമേ, അങ്ങനെ എനിക്ക് തോന്നുന്നൊരു അവരൊരു 10-15 പേരെ ചൂസ് ചെയ്തിട്ടാണ് തോന്നുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു നീ താടി ഒക്കെ വളർത്തണം, ഒന്നും വെട്ടണ്ട, ഈ മുടിയൊന്നും വെട്ടരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ അടുത്ത് മാത്രം പറഞ്ഞതായിട്ടാണ്. പിന്നെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലത്ത് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് പലതും പറയും നമ്മളും താടിയൊക്കെ വളർത്തിരുന്നു ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഒരുപാട് പേര് ഇപ്പം കാണുന്നുണ്ട്. 32,000-ഓളം പേര് അതിനുവേണ്ടി ശ്രമിച്ചു എന്നാണ് ലാലോട്ടിൻ്റെ ഒരു കണക്ക്. അപ്പം ഈ 3 കഥാപാത്രങ്ങൾക്ക് വേണ്ടി അത്രത്തോളം ഫോട്ടോസും ആൾക്കാരും ഉണ്ടായിരുന്നു എന്നാണ് പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ MT സാറിനെ കാണുന്നു, കോഴിക്കോട് എത്തുന്നു. ഞാൻ ബസ് യാത്രയൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് യാത്രയാണ്. കാരണം കോഴിക്കോട് അങ്ങനെ എത്തുന്നില്ല നമ്മള്. അപ്പം രാവിലെ പോകുന്നു, അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം അത് ഞാൻ ലാലോട്ടിൻ്റെ റൂമിലേക്കാണ് ചെല്ലുന്നത്. അപ്പുറത്തെ റൂമിൽ MT സാറിൻ്റെ അവിടേക്ക് ചെല്ലുന്നു, ഇരിക്കാൻ പറയുന്നു. അപ്പം എൻ്റെ വിചാരം അഭിനയിപ്പിച്ചൊക്കെ നോക്കും, ഞാൻ തയ്യാറാണ്. നമ്മളങ്ങനെയാണല്ലോ കേട്ടേക്കുന്നത്. അദ്ദേഹം വളരെ കാഷ്വലി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭക്ഷണം കഴിച്ചോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം എന്നെ അവിടെ ആക്കിയിട്ട് ലാലോട്ടും പുറത്തേക്ക് പോയി. അപ്പോൾ ഈ MT എന്ന് പറയുന്ന ആളെ കുറിച്ച് നമ്മൾ കേട്ടത് ഭയങ്കര സീരിയസ് ആയ ആളാണ്, MT സാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, മമ്മൂക്കോട് മാത്രമേ ചിരിക്കുള്ളൂ എന്നൊക്കെയാണ് ഈ നമുക്കുള്ള ഇൻഫർമേഷൻ. അങ്ങനെ ഞാൻ ചിലപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്തോ. അപ്പം എനിക്ക് ആ കൂട്ടത്തിലാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്. വർത്താനം പറഞ്ഞു. അപ്പോൾ എന്നിട്ടൊരു 10 മിനിറ്റ് വേണ്ട പറഞ്ഞു, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൈ തന്നു ഇങ്ങനെ. അപ്പം ഞാൻ കഴിഞ്ഞു. കാരണം എൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച ഒരു കാര്യം എന്നോട് ചോദിക്കുന്നില്ല, ഞാൻ പ്രതീക്ഷിച്ച ഒന്നും സംസാരിക്കുന്നുമില്ല. അത് വളരെ കാഷ്വൽ ടോക്കാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈ ജീവിതത്തിൽ ഈ ഇത്രയും മഹാനായ ഒരു മനുഷ്യനാണ്, കാണാൻ പോലും പറ്റണമെന്നില്ല. ഇങ്ങനെ കൈ ഇങ്ങനെ എനിക്ക് ഇതൊരു സെക്കൻഡ് ആട്ടോ, ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്സേ ഉള്ളൂ. ഞാനിത് പറയിപ്പിച്ചിട്ട് വലുതായി പോകണോ. കൈ ഇങ്ങനെ വെച്ചാൽ ഞാൻ എത്രയോ കഥാപാത്രമൊക്കെ എഴുതിയാണോ കയ്യിലും തൊട്ടേക്കാം എന്നിട്ട് ഞാൻ കാരണം ഇനി ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാവണമെന്നില്ലല്ലോ. അതിന് ആ കയ്യിലൊന്ന് അതെങ്ങനെ ശരി കാണാം എന്ന് പറഞ്ഞിട്ട്
ഒരു സെക്കൻഡ് അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ തിരിച്ച് കൈ കൊടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ പേടി ഇനി ഞാൻ കൊടുത്താൽ അഹങ്കാരമാവോ, അതോ ഇനി എന്നെ പരീക്ഷിക്കാണോ, നമ്മൾ അത്രയൊക്കെ ചിന്തകളാണ് തലയിൽ കൂടി പോകണം. അപ്പോൾ ചിന്തയിലായിട്ട് എത്രയോ കഥാപാത്രം എഴുതിയ കയ്യിൽ തൊട്ടേക്കെന്ന് വെച്ചാൽ തൊടുന്നൊരു മൊമെൻ്റ് ഉണ്ട് എനിക്കത് പേഴ്സണലി ഒരു കറണ്ടാണത്. നമുക്കിങ്ങനെ ആ കയ്യിൽ തൊട്ട മൊമെൻ്റ് എൻ്റെ ഒരു വെരി പേഴ്സണൽ മൊമെൻ്റാണ്. കാരണം നമുക്കൊരു സാധനം ഉണ്ടല്ലോ ആ തൊടുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വിരളിൽ ഞാൻ തൊടുന്ന മൊമെൻ്റ് എനിക്ക് അത് ഞാൻ പോയതും പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല. വീണ്ടും ഇതുപോലെ 10 ദിവസം 15 ദിവസമൊക്കെ പോയി. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷന് എറണാകുളത്തേക്ക് ഇങ്ങനെ വരിക. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ആദ്യം ഒരാളെ പരിചയപ്പെട്ടിട്ട് എൻ്റെ നൗഷ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഒരു ദിവസം, അപ്പം പിന്നെ ഇടയ്ക്ക് 1.5 മാസമായല്ലോ, അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം എന്നെ വിളിക്കുന്നു. അപ്പം ഈ കല്യാണത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുക, കല്യാണ റിസപ്ഷനിലേക്ക്. ആ കല്യാണ റിസപ്ഷനിൽ അദ്ദേഹം ഉണ്ട്. അപ്പം അദ്ദേഹം അവിടെ വിളിച്ചു, എടാ നീ ഇന്നലെ പോയിട്ട് ഈ ലാൽ ജോസിനെ കണ്ടിട്ട് എന്തായി, എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ട് വിളിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്നപോലൊക്കെ ആയി, മറ്റന്നാൾ ആ പടത്തിന് പൂജയുള്ള എന്ന് പറഞ്ഞു. ഇങ്ങനെ എൻ്റെ ദൈവമേ. അപ്പോൾ ഈ കല്യാണ റിസപ്ഷനിൽ അദ്ദേഹം എത്തുമ്പോൾ അവിടെ മറ്റാരോ ഇരുന്നിട്ട് ഇങ്ങനെ ലാൽ ജോസ് വിളിച്ചെന്നാ മറ്റേ പടർത്ത് അദ്ദേഹത്തിന് ഏതോ സുഹൃത്തുക്കൾ ആ കല്യാണത്തിലുണ്ട്, മറ്റന്നാൾ പൂജയാണ്, നീ വരുന്നില്ല എന്തോ ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം ഓർത്തിച്ചു ഞാൻ ആ മറ്റേ പയ്യനെ വിളിച്ചിട്ട് അങ്ങനെ എന്ത് ഇദ്ദേഹം വിളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞു തീരുമ്പോൾ ഞാൻ ഈ കലൂർ ആ ഹോളിൻ്റെ അവിടെ എത്തുള്ളൂ. ഞാനിങ്ങനെ ഹോളിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്. എടാ ഇങ്ങനെ പൂജയാണ്, നീ അറിഞ്ഞില്ലേ, എന്താ സംഭവം എന്തായി എന്ന് ചോദിച്ചു. അദ്ദേഹം പിന്നെ അത് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ കല്യാണ ചെക്കനും പെണ്ണുപോയി, കല്യാണം നേരത്തെ എനിക്ക് ഇങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കുക, ഞാനിവിടെ ഒക്കെ ഉള്ളൂ. അവരെന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ ആ ഫോട്ടോയ്ക്കൊക്കെ പോയി അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ മനസ്സ് എന്ത് സംഭവം കിട്ടണില്ല. ഞാൻ താഴെ ഇറങ്ങിയിട്ട് ഞാൻ ഈ അസിനെ വിളിച്ചു. ഇങ്ങനെ നിങ്ങളുടെ പടത്തിൻ്റെ പൂജയാണോ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പടത്തിൻ്റെ. അപ്പോൾ പറഞ്ഞു അതെ മറ്റന്നാളാണെന്ന് പറഞ്ഞു. ഇതൊരു തിങ്കളാഴ്ച വൈകിട്ടാണ്, ബുധനാഴ്ചയാണ് പൂജ പറഞ്ഞു. അതൊന്നും എനിക്ക് മനസ്സിലായി, ഒന്നുമില്ല. ഓക്കെ, നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടിരിക്കണം. അപ്പം അതിനിടയ്ക്ക് എന്താ വെച്ചാൽ ഈ താടി വളർത്തുകയും നമ്മളിങ്ങനെ എന്നോട് കുറച്ച് ക്ഷീണിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നമ്മളിങ്ങനെ അപ്പം എനിക്ക് എൻ്റെ രൂപമൊക്കെ കുറച്ചൊന്ന് മാറാൻ തുടങ്ങി. കാരണം എനിക്ക് അങ്ങനെ അന്ന് പ്രോപ്പറായിട്ട് താടിയൊന്നും ഇല്ല, ഞാൻ താടി വളർത്തിയിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി മുടിയൊക്കെ. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര അണ്ണീവനായിട്ട് കിടക്കുകയാണ്. അപ്പം എനിക്ക് എന്തോ കുഴപ്പമുണ്ടോന്ന് എൻ്റെ പല സുഹൃത്തുക്കളോട് ചോദിക്കുന്നുണ്ട്. കാരണം ഇതിന് എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. എൻ്റെ രൂപം മാറുന്നു, ഞാനിങ്ങനെ എൻ്റെ ഒരു മുടിയൊന്നും വെട്ടുന്നില്ല. അപ്പം എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എൻ്റെ ചുറ്റുപാടിൽ കുറച്ചു പേർക്ക് സംശയങ്ങളുണ്ട്. എനിക്ക് ഒരിക്കലും ഇതാണെന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം ഞാനിത് പറഞ്ഞാൽ അങ്ങനെ അല്ലാതെ വന്നാൽ എന്നെ കളിയാവില്ലേ. അപ്പം ഞാനിതിങ്ങനെ ഹൈഡ് ചെയ്യുക, കുഴപ്പമില്ല. അപ്പം എൻ്റെ അടുത്ത് നമ്മുടെ ഒരാളൊക്കെ ഞാനൊരു വളരെ റെസ്പെക്ട്ഫുള്ളി ഡീൽ ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം വിളിച്ച് ചോദിച്ചു എന്ത് പറ്റി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ. കാരണം എൻ്റെ രൂപത്തിൽ പ്രശ്നമുണ്ട്, എനിക്ക് പറയാൻ പറ്റുമോ. ഞാനൊന്നുമില്ല പറഞ്ഞിട്ട് അപ്പോൾ നീ ഒന്ന് മുടിയൊക്കെ വെട്ടി വൃത്തിയാവണം ചെയ്യപ്പെട്ടെ. കാരണം എന്നെ അതുവരെ അങ്ങനെ എൻ്റെ ചുറ്റുപാട് കണ്ടിട്ടില്ലല്ലോ. അതിനുശേഷമാണ് ചൊവ്വാഴ്ച അപ്പം അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു, ഈ അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ മറ്റന്നാളാണ് അവിടെ പൂജ, നീ കൂടെ വരും, നീ അവിടെ വരണം കേട്ടോ, നല്ല വൃത്തിയായിട്ട് ഉടുപ്പൊക്കെ ഇട്ട് വരണം എന്ന് പറഞ്ഞു. ഞാനെന്തിനാ പോകുന്നത്, ഞാൻ തിരിച്ചിങ്ങനെ വരും. എനിക്ക് എൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഞാൻ ഇവിടെയൊക്കെ കുറച്ചൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, കുറച്ചല്ല കേട്ടോ അങ്ങനെ. കാരണം നമ്മൾ ഈ ജേണി ഇങ്ങനെ മാറുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഞാനെന്തിനാ പൂജയ്ക്ക് പോകേണ്ട ആവശ്യം, ഇവർ വിളിച്ചെങ്കിലും വേണ്ട പൂജ പോകണ്ട, നമ്മളിനെ അവിടെ ചെന്ന് നിന്ന് ചമ്മിയിട്ട് വേണ്ട എന്നൊക്കെയുള്ള വരുന്നത്. അപ്പം എൻ്റെ അടുത്ത് പിന്നെ പോകണോ വേണ്ടേ, അപ്പം ചൊവ്വാഴ്ചയായി. അത് ഞാൻ വെച്ച് പോവാം. അതിന് ഞാൻ എറണാകുളത്ത് പോയിട്ട് 1-2 ഒരു ഷർട്ടൊക്കെ മേടിക്കാം. ഞാൻ 2-3 ഷോപ്പിൽ പോകും, എനിക്ക് ഒരു ഷർട്ടും ഓക്കെ ആവില്ല. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഇത് ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് ഇപ്പം പറയുന്നുണ്ട്, ഇത് ഞാൻ കുറേ മുമ്പ് പറഞ്ഞിട്ടുള്ള കേട്ടോ. അങ്ങനെ ഞാൻ ഒരു 3-4-5 ഷോപ്പിൽ പോയി. ലാസ്റ്റ് ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മുടെ പത്മയുടെ സൈഡിലാണ്, അവിടെ പോയി ഞാനൊരു ഷർട്ടൊക്കെ എടുത്ത് അത് ശരിയാവുന്നില്ല. അപ്പോൾ കുറച്ച് എൻ്റെ അടുത്ത് ഇയാൾ പറഞ്ഞു, നമ്മുടെ ഈ സെയിൽസ്മാൻ
ഇങ്ങനെ എടുക്കുന്നെങ്കിൽ എടുക്കുക കേട്ടോ, ഞാൻ ഇങ്ങനെ എല്ലാം എടുത്ത് പുറത്തിട്ടെടുത്ത് ഞാൻ തന്നെ മടക്കി വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ മടക്കണ്ട. ഞാൻ ആക്ച്വലി എനിക്ക് ഇദ്ദേഹത്തോടല്ല പ്രശ്നം, പക്ഷെ ഞാൻ ആ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ അവന് വേണ്ട എന്നുണ്ട്. അപ്പം അതിൻ്റെ ഓണർ എടുത്ത് വെച്ചു, ഞാനിങ്ങനെ ഇറങ്ങിപ്പോരാ, ചെറിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഓണർ എടുത്ത് എന്ത് പറ്റി, ഞാനല്ല അത് കാണിച്ചു കൊടുക്കും അദ്ദേഹത്തിന് എന്താണ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ 4-5 എണ്ണം കാണിച്ചു, ഇദ്ദേഹത്തിന് എന്താ വേണ്ടെന്നൊരു ക്ലാരിറ്റി ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ച് നിങ്ങൾക്ക് എങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഫംഗ്ഷനുണ്ട് അതിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഒരു ഷർട്ട് മറ്റേ ഇതെടുത്തിട്ട് വരും എന്ന് പറഞ്ഞാൽ ഈ ഓണർ പറയാം, അങ്ങനെ ഒരു ഷർട്ട് ഇയാളെടുത്തപ്പോൾ ഇട്ട് നോക്കാൻ പറഞ്ഞതേ. ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു. ഇത് ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പേ ചെയ്തു. ഞാൻ ഇട്ട് നോക്കില്ല. ഞാൻ ആ ഷർട്ടായിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഈ ചൊവ്വാഴ്ച വൈകിട്ടായി. എനിക്കൊരു വേണ്ട എന്ന് വെച്ചാൽ ഞാൻ ഈ ഫോണൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയി. പക്ഷേ എനിക്കിങ്ങനെ ഞാൻ ഉള്ള സ്ഥലത്തേക്ക് എനിക്ക് കോൾ വന്നു. ലാൽ ജോസ് വിളിച്ചിട്ടുണ്ട് ഫോണിൽ, ഒന്ന് തിരിച്ച് വിളിക്കണം വരാൻ പറഞ്ഞു. അപ്പം എനിക്കറിയാം ഇവർ പൂജയാണല്ലോ നാളെ. ഞാൻ മാത്രമല്ല കുറേ പേരൊക്കെ ഓഡീഷന് പോയെന്നല്ലേ, അവരും കൂടി നമ്മളെ വിളിക്കുമല്ലോ, നമ്മളൊന്ന് വാടാ നമുക്ക് അടുത്ത പരിപാടിയൊക്കെ വരുമ്പോൾ ആലോചിക്കാം എന്ന് പറയാനായിരിക്കും. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഞാൻ പിന്നെയും 10 മിനിറ്റ് ഞാൻ വിളിക്കണേ. അപ്പം ചൊവ്വാഴ്ച രാത്രി എടാ ഞാൻ വിളിച്ചത് നിന്നെ കിട്ടിയില്ല. ഞാൻ പുറത്തു പോയതാണ്. എന്തിനാ ഈ ഫോൺ എടുത്ത് കയ്യിൽ വെക്കണ്ടേ എന്ന് വെച്ചു. ഞാൻ അങ്ങനല്ല, നമ്മുടെ സിനിമയുടെ പൂജയാണ് നാളെ, നീയാണ് കേട്ടോ നമ്മുടെ ഹരിദാസ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ്. പിന്നെ ബുധനാഴ്ച രാവിലെ ജീവിതം മാറണം. ഇനി രസകര സാധനം, ഞാൻ ഇട്ടു നോക്കാത്ത ആ ഷർട്ടാണ് ഞാൻ ആ പൂജയ്ക്ക് ഇട്ടിരിക്കുന്നത്. കുറച്ച് ഡീറ്റെയിലായി പോയി. ഇപ്പോഴും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നത് ആ സിനിമയിലെ പാട്ടുകൾ തന്നെയാണ്. 3 പാട്ടുകളേ ഉള്ളൂ, ആ 3 ഹിറ്റായിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുരാഗ വിലോചനയായ ഞാൻ ചില ട്രോളുകളൊക്കെ കണ്ടു. അന്നൊക്കെ തുണി അഴയിലിട്ട് കഴിഞ്ഞാൽ പെൺകുട്ടികൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാറുണ്ട് എന്നൊക്കെ ട്രോളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയധികം ആഗ്രഹിച്ചൊരു സിനിമ, ആ സിനിമ ഈ വിധം ആഘോഷിക്കപ്പെടുമ്പോൾ എന്തായിരുന്നു കൈലാഷ് എന്ന് പറയുന്ന ആക്ടർ അപ്പോഴത്തേക്ക്? ഇപ്പം അന്ന് നമുക്ക് സർവൈവലാണ്, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ ശ്രമങ്ങൾ നടത്തുന്നു. ഇന്നത്തെ പോലെ സിനിമ ഒട്ടും എൻ്റെ അടുത്തില്ല. ഇന്ന് നമുക്ക് സിനിമ സത്യത്തിൽ പ്രേക്ഷകൻ്റെ പോലെയും അടുത്താണ്, വളരെ അടുത്താണ് പ്രേക്ഷകൻ്റെ സിനിമ ഇന്ന്. മറ്റേത് തിയേറ്ററിൽ സിനിമ കാണാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സൺഡേ ടി വിയിൽ വരുന്ന സിനിമയാണ്. പിന്നെ അതിനുശേഷം ആഴ്ചകളിൽ കൂടുതൽ സിനിമകൾ കാണാനുള്ള ഓപ്ഷൻസ് വന്നു. അതിനുശേഷം ഇന്ന് നമുക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ നമുക്കൊരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു റൈറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാസ്റ്റിംഗ് ഏജൻസീസുകൾ, ഇതൊക്കെ പ്രൊഫഷണലി നമുക്കുള്ളൊരു കാലമാണത്. അന്ന് നമ്മൾ കുറേ ഇതിനു വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിലുള്ള മുഴുവൻ ആൾക്കാരും പറയും ഇത് എളുപ്പമുള്ള പരിപാടിയല്ല, നിങ്ങൾക്കത് എത്തണം എന്നില്ല. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെയുള്ള പലരും എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവിടെ എത്തി നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം ഇങ്ങനെ എല്ലാം നമ്മൾ ഫേസ് ചെയ്തിട്ട് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ തിരുനാളം പോലെയാണ് നിലത്താൻ എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്. അങ്ങനെ അത് സംഭവിച്ച് കഴിയുമ്പം എനിക്കറിയാമായിരുന്നു അതൊരു ഗംഭീര പ്രൊജക്റ്റാണ്. കാരണം സുരേഷ് കുമാർ പോലൊരു അതിഗംഭീരമായ പ്രൊഡ്യൂസർ, ലാൽ ജോസ് പോലൊരു ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ളൊരു ഡയറക്ടർ, വിദ്യാസാഗർ പോലുള്ളൊരു മ്യൂസിഷ്യൻ, ഇങ്ങനെ വലിയ കോമ്പിനേഷനാണ് ആ സിനിമ. അവിടെ ഞാനെന്നുള്ളതല്ല, അവിടെ ഏറ്റവും സേഫസ്റ്റ് പ്രൊജക്റ്റാണ്. അവിടേക്ക് ഒരു നിമിത്തം പോലെ നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ്. പക്ഷേ ഇന്നിതിപ്പോൾ 2026 ഏതാണ്ട് ഒരു 16-17 വർഷം കഴിയുമ്പോഴും ഇത്രയും വലിയ ലോങ് ലൈഫ് ആ സിനിമയ്ക്ക്, അല്ലെങ്കിൽ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ പറ്റും, എനിക്കിത് വരും എന്ന് അന്ന് എനിക്ക് ധാരണ ഉണ്ടായിട്ടില്ല. എനിക്കതുകൊണ്ടൊരു എൻ്റെ ജീവിതം മാറും എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ആഫ്റ്റർ 16 ഇയേഴ്സ് ആ സിനിമ അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെയും കൂടി മുഖം ഓർക്കപ്പെടുന്നു. ഞാൻ ചെല്ലുന്ന ഒരു സ്ഥലത്ത് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ പലപ്പോഴും ഈ പാട്ടാണ്, അല്ലെങ്കിൽ ആ സിനിമയുടെ പേര് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു അഡ്രസ്സാണത്. അതൊരു ചെറിയ കാര്യമല്ല എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. അതാണ് അതിൻ്റെ ആദ്യത്തെ ആ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നീട് കിട്ടുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ശിക്കാർ വലിയൊരു ബ്രേക്ക് ആയിരുന്നു. മോഹൻലാലിനെ പോലൊരു ലെജൻഡിനൊപ്പം അത്രയും വലിയൊരു സ്ക്രീൻ പങ്കിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ എം പത്മകുമാറായിരുന്നു സംവിധായകൻ. ആ സിനിമയിലേക്കുള്ള പിന്നെ ജീവിതം, ഞാൻ പറഞ്ഞില്ലേ ഈ പൂജയുടെ ദിവസം പോലെ ജീവിതം ഞാനല്ല തീരുമാനിക്കുന്നത്. നിലത്താമരയുടെ പൂജ ഏറ്റവും ഗംഭീരമായിട്ട് ഒരിക്കൽ പഴയ സിനിമയാണല്ലോ, 79 ഈ സിനിമ ഉണ്ടായിട്ടുണ്ട്. അപ്പം രവികുമാർ സാറാണ് അന്ന് ഈ കഥാപാത്രം ചെയ്തിട്ടുള്ളത്.
ഹരി എന്ന് പറയുന്ന ക്യാരക്ടർ. ഞാൻ അദ്ദേഹത്തിന് ദക്ഷിണ നൽകിയിട്ടാണ് പൂജയിൽ നമ്മൾ ഈ സിനിമയിലേക്ക് പൂജ അങ്ങനെയായിരുന്നു. അംബിക ചേച്ചിക്ക് അർച്ചനയും അതുപോലെ സത്താർക്കയ്ക്ക് സുരേഷും ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദക്ഷിണ കൊടുത്ത്, കാരണം അവരുടെ കഥാപാത്രമാണ്, നമ്മളതങ്ങനെ തീർച്ചയായിട്ടും അത് ചോദിച്ച് തന്നെ ചെയ്യണം. അതിന് അവരുടെ അനുഗ്രഹവും അനുവാദവും ആവശ്യമുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം അങ്ങനെ അത് നമ്മൾ ചെയ്തു വന്നു കഴിഞ്ഞ് പിന്നെ എല്ലാം മറ്റൊരാൾക്കാരാണ് നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്, നമ്മൾ മാത്രമൊന്നുമല്ല. പിന്നെ ഇങ്ങനെ പപ്പേട്ടൻ്റെ കോള് വരുന്നു, ദീപൻ ചേട്ടൻ പുതിയ മുഖം കഴിഞ്ഞ് നിൽക്കണം. ദീപൻ ചേട്ടനാണ് എനിക്ക് ആദ്യം വിളിക്കുന്നത്. ഇന്ന് മരിച്ചുപോയി, നമ്മുടെ അടുത്തില്ല. അങ്ങനെ പിന്നെ ഒരുപാട് അത്തരം സിനിമകൾ സംഭവിക്കുന്നു. ശരിക്കും ഒരു കലാകാരൻ്റെ ജീവിതം അവൻ്റെ കയ്യിലല്ല. ഒരു കലാകാരൻ്റെ ജീവിതം തീരുമാനിക്കുന്നതും അവന് വഴിവെട്ടുന്നതും അവനെ കൊണ്ടുപോകുന്നതും കൊണ്ടു നടക്കുന്നതും ഒക്കെ സത്യത്തിൽ സമൂഹമാണ്. കാരണം നമുക്ക് മാത്രമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏറ്റവും വലിയ നിസ്സഹായൻ സത്യത്തിൽ കലാകാരനാണ്. കലാപ്രവർത്തനം നടന്നവരാണെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരോ സൃഷ്ടിക്കുന്ന കഥാപാത്രം നമ്മൾ ഏറ്റെടുക്കുന്നു. അതിപ്പോൾ നമ്മുടെ സിനിമ മാത്രമല്ല, എല്ലാം നോക്കിക്കോളും. ഒരു ആരാധനാലയം, ഒരുപക്ഷെ അമ്പലമാവാം, പള്ളിയാവാം, അവർ തീരുമാനിക്കുകയാണ് നമ്മുടെ അവിടെ പെരുന്നാൾ നടത്താം, അല്ലെങ്കിൽ നമുക്കവിടെ അമ്പലത്തിൽ ഉത്സവം നടത്താം. അങ്ങനെ അവർ തീരുമാനിക്കുന്നിടത്തു നിന്നാണ് ഒരു നാടക കലാകാരന് വേദി ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡാൻസർക്ക് സ്റ്റേജ് ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അത് നമ്മൾ മനസ്സിലാക്കാൻ കുറേ സമയമെടുക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ തീരുമാനിച്ചു, ഇന്നത് ഞാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു. ഇതൊക്കെ നമുക്ക് വെറുതെ ക്ലെയിം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. റിയാലിറ്റി ഏറ്റവും വലിയ ഒന്നും വേണ്ട. നമുക്ക് സാധാരണ ഒരാൾക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം, ഒരു കലാകാരൻ പോസ്റ്റ് ഇടാൻ പറ്റില്ല. ഇനി ഇട്ടില്ലെങ്കിൽ ചോദിക്കും, നിങ്ങളെന്താണ് ഈ വിഷയത്തിൽ ഇടാത്തെന്ന് ചോദിക്കും. അപ്പോൾ ഇത് സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, കലാകാരൻ സത്യസന്ധമായി പറഞ്ഞാൽ സമൂഹത്തിനുള്ളവനാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ഓഫ്കോഴ്സ് അത് നമ്മൾ അതിനുവേണ്ടി നിന്നാൽ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. രാഷ്ട്രീയം പോലും തുറന്നു പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ വരും കലാകാരൻ. നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവും, സ്വാഭാവികമാണ്, നമുക്ക് മനുഷ്യനാണ്. പക്ഷെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാം പറയുന്നതുമല്ല, ചില നിശബ്ദതയും രാഷ്ട്രീയമാണ്. അതെ, ഉറപ്പായിട്ടും. ഇപ്പൊ പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, സിനിമ ഈ കലാകാരന്റെ കയ്യിലേക്ക് കിട്ടുന്നത് സിനിമയുടെ തിരഞ്ഞെടുപ്പുകളാണ്. ഏത് കഥാപാത്രം തിരഞ്ഞെടുക്കണം എന്നത് കലാകാരന്റെ ചോയ്സ് അല്ലേ? അപ്പൊ കൈലാഷിന്റെ കഥാപാത്രങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ, അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത സിനിമകളിൽ ഒട്ടുമിക്ക സിനിമകളും എന്നിലേക്ക് വന്ന സിനിമകളാണ്. ഞാൻ തിരഞ്ഞു പോയ സിനിമകൾ, ഞാൻ ഒരുപാട് ഇന്നും ഞാൻ എനിക്ക് പരിചയമുള്ളവരെയും പരിചയമില്ലാത്തവരെയും ഞാൻ അവരോട് എന്തെങ്കിലും വേഷങ്ങൾ എനിക്ക് പറ്റിയാൽ തരണം എന്ന് ചോദിക്കുന്ന ഒരാളാണ്. എനിക്കതുകൊണ്ട് എന്തെങ്കിലും കുറവൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കഥാപാത്രം വേണം എന്ന് ചിന്തിക്കുന്നതിലും, ഒരാളൊരു കഥ ആലോചിക്കുമ്പോൾ അതിലൊരു കഥാപാത്രമായി നമ്മളെ അവർക്ക് മോൾഡ് ചെയ്യുന്നിടത്താണ് എൻ്റെ സ്പേസ് എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ കാരണം എൻ്റെ ചെറിയ ബുദ്ധിക്കാണ് ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വേണമെന്ന്. അതിലും വലുതാണ് ഒരു തിരക്കഥാകൃത്തിൻ്റെ ചിന്ത. അവര് ചൂസ് ചെയ്യപ്പെടുന്നിടത്താണ് ഒരു കലാകാരൻ്റെ സ്പേസ്. ഞാൻ എന്നും കാത്തിരിക്കുന്നതും ശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്. ഭൂമിയുടെ അവകാശികൾ നടന്ന സിനിമ അങ്ങനെ കലാഷിനെ തിരഞ്ഞെടുത്തതാണ്. തീർച്ചയായിട്ടും ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ സിനിമ എനിക്കൊന്ന് മലയാള സിനിമയിലെ ഒരു ഒട്ടുമിക്ക നടന്മാരെടുത്തും പോയിട്ട് ചെയ്യാൻ പറ്റാതെ വെയിറ്റ് ചെയ്ത സിനിമയാണ്. അല്ലാതെ ആദ്യത്തെ സാറിൻ്റെ ഓപ്ഷൻ അല്ല, ടി വി ചന്ദ്രൻ സാറിൻ്റെ ഓപ്ഷൻ അല്ല ഞാൻ. അത് നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള മമ്മൂക്ക ഉൾപ്പെടെ ലാലേട്ടൻ ഉൾപ്പെടെ പലരുടെ അടുത്ത് ഇങ്ങനെ വന്നതാണ്. വന്ന് ആ സിനിമ അവസാനം ചന്ദ്രൻ സാറ് മാറ്റി വെച്ചു എന്നാണ് പറയപ്പെടുന്നത്, സാറ് പറയുന്നത്. അതിനുശേഷം വീണ്ടും മറ്റു ചില തിരക്കഥകളുമായിട്ട് സാറ് സിനിമകൾ ചെയ്തു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം MT സാറാണ് കോഴിക്കോട് വെച്ചിട്ട് ടി വി ചന്ദ്രൻ സാറിനെ കാണുമ്പോൾ പറയുന്നത്, ചന്ദ്ര, നീ ആ ബഷീറിൻ്റെ കഥ എന്തായി, അന്ന് നീ പറഞ്ഞിട്ട് അതെന്താ ചെയ്യാത്തതെന്ന് എന്ത് ചോദിക്കണം. കാരണം ബഷീറും MT സാറും തമ്മിൽ വലിയ അടുപ്പമുണ്ടായിരുന്ന ആൾക്കാരാണ്. നീ ബഷീറിൻ്റെ ഒരു കഥ നീ എന്ന് പറഞ്ഞില്ല, അതെന്തായെന്ന് ചോദിക്കുകയാണ്. ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്ത് വന്നിട്ട് ആ സ്ക്രിപ്റ്റ് വീണ്ടും എടുത്ത് വർക്ക് ചെയ്തതാണെന്നാണ് സാറ് പറയുന്നത്. ഒന്നാലോചിച്ചു, വീണ്ടും MT സാറിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലിൽ അത് കറങ്ങി തിരിഞ്ഞ് പിന്നെയും ഒരു 6 മാസം കഴിയുമ്പോൾ എനിക്കവിടേക്ക് എത്തിപ്പെടാൻ കഴിയുകയാണ്. അപ്പോൾ ഇത് ചന്ദ്രൻ സാർ എൻ്റെ അടുത്ത് സിനിമയുടെ ഷൂട്ടിംഗ് ചെയ്ത് പറഞ്ഞ കഥയാണ്.
അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവമേ ഇത് നമ്മൾ കേട്ടിട്ടില്ലേ അരിമണിയിൽ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ അതുള്ളതാണ് ഉള്ളതാണ്. അല്ലെങ്കിൽ ചന്ദ്രസാറിനൊന്നും എന്നെ അറിയൂരുണ്ടായിരുന്നില്ലെന്ന സാറ് പറയണേ. വാസുവേട്ടന്റെ സിനിമയിൽ വന്നൊരു പയ്യനുണ്ട് അത്ര അറിയുള്ളൂ, അല്ലാതെ എന്റെ പേര് പോലും ചന്ദ്രസാറിന് സത്യത്തിൽ പ്രോപ്പറായിട്ട് അറിയണ്ടായിരുന്നില്ല. അതിനുശേഷം ഇങ്ങനെ എന്തോ പറയുന്ന കൂട്ടത്തിലാണ് നമ്മുടെ കൺട്രോളർ ഷാജി പട്ടിക്കർ പറയുന്നത് നമ്മുടെ കൈലാഷിന്റെ അത് ആരാന്ന് ചോദിച്ചിട്ടാണ് ഇന്നല്ല അങ്ങനെയാണ് അദ്ദേഹം വിളിച്ചിട്ട് ഞാനവിടെ ചെല്ലുന്നത്. എനിക്ക് പേടി ചന്ദ്രസാറിന്റെ അടുത്തെത്താൻ, കാരണം ഇത്രയും വലിയ സിനിമകൾ, നാഷണൽ അവാർഡ്സുകൾ എല്ലാം ലെജൻഡറി ആക്ടേഴ്സിനൊപ്പം ചെയ്തേക്കുന്ന ഒരാളല്ലേ. പിന്നെ അദ്ദേഹത്തിനൊപ്പം അങ്ങനെ പോവല്ലേ. ഒരു രസമുള്ള യാത്രയാണ്. വളരെ സൂക്ഷ്മമായിട്ടുള്ള കഥാപാത്രമാണ് വെച്ചാൽ അതിന് നോ എസൻസ് പോലും കൈലാഷ് അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും രസകര സാധനം നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജീവജാലങ്ങൾക്കൊപ്പമാണ്. മറ്റൊന്ന് നമുക്ക് കഥാപാത്രങ്ങളാണ്, അവര് നമുക്ക് റിയാക്ഷൻസ് ഉണ്ട്, നമുക്ക് അവരുടെ ഡയലോഗ് പറയും. ഇതൊന്നുമില്ലല്ലോ. ഒരാള് ഒരു പറമ്പിൽ ജീവിക്കണു, അവിടെയുള്ള വവ്വാലിനോടും പല്ലിയോടും പാമ്പിനോടും ഒക്കെ ഇയാൾ സംസാരിക്കുകയാണ്. അവരിങ്ങനെ നോക്കുകയാണ്, അതിന്റെ അകത്ത് റിയാക്ഷൻ കൊണ്ട് മറുപടി കൊടുക്കുന്നു. ഇങ്ങനെ പോവാണ് ഒരു സൈഡിൽ കൂടി. അതെങ്ങനെ അങ്ങനത്തെ ഒരു കഥാപാത്രം അല്ല, ഇത് ക്രിയേറ്റ് ചെയ്ത സാറിന്റെ മനസ്സിൽ എത്രത്തോളം ആയിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ സാറിന് ചോദിച്ചിട്ടുണ്ട്, സാറ് സത്യത്തിൽ സാർ വിചാരിക്കുന്നതൊക്കെ എത്ര ഉണ്ടോ ഞാൻ. കാരണം ഈ നമുക്ക് പ്രേക്ഷകൻ തീർച്ചയായിട്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം ഈ തിരക്കഥാകൃത്ത് സംവിധായകൻ പോലുള്ള ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് അല്ലേ ഒരു സിനിമയുടെ, അവരെ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. അവരെ ഇംപ്രസ് ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ കണ്ടിടത്തേക്കൊക്കെ നമുക്കൊന്ന് അടുത്തെത്താൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു കിക്കാണ്. അതൊരു പോയിന്റിലൊക്കെയാണ് ചിലപ്പോൾ അവർ പറയാം, ഇത് ഓക്കേട്ടാ. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഒന്നും പറയണല്ലോ, 4 ദിവസമായാലും നമുക്കിങ്ങനെ തോന്നും. അതൊരു ഏറ്റവും നല്ലൊരു കൈലാഷിന്റെ കരിയറിൽ നീലത്താമര കഴിഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ ഒരുപാട് ഫെസ്റ്റിവൽസുകൾ. ഈ ഫെസ്റ്റിവൽ എന്റെ ഒരു ഗ്രാമർ എനിക്കറിയില്ലായിരുന്നു. ആ കൾച്ചർ വേറെയാണ്. നമ്മൾ ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ പോകണോ, ചന്ദ്രസാൻ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ, എൻ്റെ അമ്മേ. അപ്പൊ ഞാനിങ്ങനെ അയ്യോ എന്തൊരു ഈ സിനിമയുടെ വലുപ്പമൊക്കെ നമ്മൾ അവിടെ തന്നെ കിട്ടണേ. നമുക്കറിയാം ഇതൊരു വലിയ സിനിമയാണെന്ന്, ഭയങ്കര ഡെപ്തുള്ള സിനിമയാണെന്നറിയാം. പക്ഷെ ഇതിങ്ങനെ നമ്മളിങ്ങനെ കാണുകയാണ്. നമ്മുടെ തിയേറ്റേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഗോവയില് കോമ്പറ്റീഷൻ ഐറ്റത്തിലേക്ക് വരുന്നു, ഇന്റർനാഷണൽ സിനിമകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാമ്പസ് ആയിട്ടുള്ള JNUവിൽ ഇത് കാണിക്കുന്നു. അവിടെ ഡിസ്കഷൻസ് നടക്കുന്നു. ഫെസ്റ്റിവൽസിന്റെ മറ്റേ ഈ റെഡ് കാർപ്പറ്റുകള്, റിയലൈസേഷനിലെ എന്റെ സിനിമയാണ് എന്നുള്ളൊരു റിയലൈസേഷൻ അവിടെ ഞാൻ ചിന്തിച്ചില്ല. ഞാനും കൂടി സിനിമയിൽ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചത്. കാരണം ഇത് ഈ സംവിധായകനാണ് സിനിമ എന്ന് പറയുന്നത്. ഈ ചന്ദ്രസാറിനൊക്കെ ഇവർ ഈ സിനിമയെ കൊണ്ട് ചെല്ലുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു ആനയൊക്കെ പോലത്തെ ഒരു വലിപ്പുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ പുറകെ പോവാണ്, ആ നിഴലിലെ പോകണം. ഭയങ്കര രസമുള്ള ജേണിയാണത്. സാർ നമ്മൾ സിനിമ ചെയ്ത് കഴിഞ്ഞല്ലോ, പിന്നെ തിയേറ്ററിൽ ഒരു ചെറിയ സ്പേസിലാണ് നമ്മളിതിന്റെ സന്തോഷവും വിഷമവും സങ്കടവും ഒക്കെ കാണുന്നുള്ളൂ. ഇതങ്ങനല്ല. അവിടെ തിരിച്ചു വന്ന് തിരുവനന്തപുരത്ത് ഫെസ്റ്റിവലിലേക്ക് വരുന്നു. തിരുവനന്തപുരം ഫെസ്റ്റിവലിൽ ഇങ്ങനെ ഫുൾ ഓണായിട്ട് ചന്ദ്രസാൻ സിനിമ കാണാൻ വേണ്ടി ഓഡിയൻസ് ഇങ്ങനെ ഇത് കിട്ടാതിരിക്കുന്നു. അപ്പൊ പിറ്റേ ദിവസം വീണ്ടും ഒരു ഷോയുടെ വേണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്യുന്നു, വീണ്ടും ഷോ ഇടുന്നു. ഇത് എന്ത് പരിപാടികൾ നടക്കണേ. പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ഈ സിനിമാ പ്രവർത്തകരൊക്കെ എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നു. നീ ചന്ദ്രസാൻ സിനിമയിലുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ദൈവമേ ഈ സിനിമയൊക്കെ വേറെ ഇമ്പാക്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ്. ഈ അത്തരം സിനിമകളുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഗ്രാമർ ഞാൻ അന്നാണ് അനുഭവിച്ചത്. അതൊരു വേറെ ഏരിയയാണ്. ഈ സിനിമയുടെ ഗ്ലാമറിന് അപ്പുറത്തേക്കുള്ള ഒരു തിരിച്ചറിവ്. കാരണം നമ്മൾ ഇന്നും വളരെ സീരിയസ് ആയ ചില സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന സിനിമ റെഫറൻസ് വരും. ഞാനിരിക്കുന്ന പല സാഹചര്യവും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ വിചാരം നമ്മളിപ്പം ഏറ്റവും കൊമേഴ്ഷ്യലായി ചെയ്ത സിനിമയായിരിക്കും അവിടെ സംസാരം വരിക. അല്ല, അപ്പോഴേ ഈ സിനിമ ഇവരും കാണുന്നുണ്ടോ? നമുക്കറിയില്ല ഈ സിനിമേനെ എങ്ങനെയാണ് ആൾക്കാർ എടുത്തത്. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അത് എൻ്റെ ലോകം ചെറുതായതുകൊണ്ടായിരിക്കും, എൻ്റെ ഐ ഓപ്പണിംഗ് ആയിരുന്നു എനിക്കത്. തീർച്ചയായിട്ടും കൈലാഷിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ പ്രതീക്ഷിക്കാത്ത പ്രേക്ഷകർക്കും അതൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു. ഇങ്ങനെയും അതിൻ്റെ അകത്ത് വലിയ ഫാന്റസി ഒന്നും ഇടാനില്ലെങ്കിലും വളരെ നാച്ചുറലായിട്ട് പോയിട്ടുള്ളൊരു നല്ലൊരു കഥാപാത്രം. അത് ബഷീർ എന്ന് പറയുന്ന ഒരാളുടെ ശരിക്കും ലൈഫാണത്. ബഷീറിനെയാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്, പോർട്രേറ്റ് ചെയ്യപ്പെടുന്നത്.
അപ്പൊ എവിടെയോ ഒരു ബഷീറിയൻ സ്വഭാവം നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ അത് നമുക്കൊന്ന് ഷോൾഡർ ചെയ്യാൻ പറ്റിയല്ലോ. അത് അടുത്തൊരു ബ്ലെസ്സിങ്. അതെ, ഒടി എന്ന് പറയുന്ന സിനിമ വലിയൊരു ക്യാൻവാസിൽ വന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഒരുപാട് നമ്മൾ ആഘോഷിക്കപ്പെട്ടത് ആ സിനിമക്ക് വരവിന് മുമ്പ് വരെ. ആ രവി എന്ന് പറയുന്ന കഥാപാത്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സിനിമയിൽ. മോഹൻലാൽ, മഞ്ജു വാര്യർ കഴിഞ്ഞു കഴിഞ്ഞാൽ രവിക്കും വളരെ വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. ആ സിനിമയുടെ ആ ഒരു ഹൈപ്പും അതിന് ശേഷമുള്ള ഒരു ഇതും എങ്ങനെയാണ് കൈലാഷ് എടുത്തിട്ടുള്ളത്? ഒടി എന്ന് പറയുന്ന സിനിമ ഒരുപക്ഷെ മലയാള സിനിമയുടെ കൊമേഴ്ഷ്യൽ സ്പേസിനെ മറ്റൊരു തരത്തിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്നത് സത്യത്തിൽ ഒടി എന്ന് പറഞ്ഞ സിനിമ കൊണ്ടാണ്. അതിനുശേഷമാണ് നമ്മൾ വലിയ സിനിമകൾ എന്ന് പറയുന്ന ഒരു ഇമ്പാക്ട്. അത് ശരിക്കും അതിൻ്റെ ഒരു വിത്ത് വന്നത് പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ശരിക്കും ഒടിയിൽ നിന്നാണ് അത് വേറൊരു അപ്പ് അടിക്കണത്. അതായത് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന അത് വാണിജ്യപരമായി മലയാള സിനിമയുടെ വലിപ്പം, അല്ലെങ്കിൽ ഒരു പുതിയ വലിപ്പം ഓപ്പൺ ആയത് അവിടെ നിന്നാണ്. ഞാൻ ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊക്കെ ഞാൻ അതിൽ നടക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇങ്ങനെ ഒരു വേഷം ഉള്ളതൊന്നും. പക്ഷെ എനിക്കന്ന് ശ്രീകുമാരമേനോനെ അറിയില്ല. പക്ഷെ പപ്പേട്ടനാണ് ആ സിനിമയുടെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പത്മകുമാർ. അപ്പൊ അങ്ങനെ ഞാൻ ഒരിക്കൽ പാലക്കാട് പോകുന്ന സമയത്ത് പപ്പേട്ടനെ വിളിച്ചിരുന്നു, നിങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നത്, ഞാൻ ഒന്ന് കണ്ടോട്ട്, ഇതെന്ത് വലിയ സിനിമയാണെന്ന് പറയണം. അപ്പോൾ പറഞ്ഞു നീ വരും. പക്ഷെ എനിക്കെന്നാ എൻ്റെ പാലക്കാട് യാത്ര ഞാൻ ഇറങ്ങി, പക്ഷെ എനിക്കത് പോകേണ്ട ആവശ്യം വരാതെ ഞാൻ തിരിച്ചു പോരുന്നു. അപ്പൊ അദ്ദേഹം പിറ്റേ ദിവസം എന്നെ വിളിച്ചു, നീ വരുമെന്ന് വന്നില്ലല്ലോ ലൊക്കേഷനിൽ. ഞാൻ പറഞ്ഞു ഞാൻ പാലക്കാട് എത്തിയിട്ടില്ല. നീയല്ലേ പറഞ്ഞ ഇറങ്ങിയില്ലേ? ഞാൻ പറഞ്ഞ ഇറങ്ങി, ഞാൻ ആലുവ എത്തിയപ്പോൾ തിരിച്ചു പോയിരുന്നു, വേറെ ആവശ്യം. എനിക്ക് പോകേണ്ട കാര്യം മിസ്സായിട്ട്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ ചെല്ലണ്ടെന്നായിരുന്നിട്ടുണ്ടാവാം ലൊക്കേഷനിൽ. ഞാൻ അവിടെ ഒരു ഇൻവിറ്റേഷനിൽ തന്നെ ചെല്ലാനായിരിക്കും ചിലപ്പം ഒരു നിയോഗം. അതും കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചു ചോദിക്കണേടാ ഇങ്ങനൊരു വേഷം ഉണ്ട്, അതിനകത്ത് താല്പര്യം ഉണ്ടാവും, ഇങ്ങനെ പല പല ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഡയറക്ടർ പറഞ്ഞാൽ കൈലാഷ് വന്നായിരിക്കും, ലാലേട്ടനോടൊപ്പം അവർ സംസാരിച്ചു. ലാലേട്ടൻ പറഞ്ഞാൽ കൈലാഷിനോട് ചോദിച്ചു നോക്കൂന്ന് പറഞ്ഞു. അവൻ എന്ത് ചോദിക്കാൻ എപ്പോൾ വന്നു ചോദിച്ചു. അങ്ങനെയാണ് നമ്മളവിടെ ചെല്ലണത്. അപ്പം ഇത്രയും വലിയ സെറ്റും ഒരു പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഇന്നും അന്ന് കേരളത്തിൽ ഏറ്റവും വലിയൊരു ഹർത്താൽ നടക്കുന്ന ദിവസമാണ്. അന്നാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹർത്താൽ ദിവസം വെളുപ്പിന് 3 മണിക്ക് മലയാളത്തിൽ തന്നെ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന പറയുന്ന ഒരു ഇൻസിഡന്റ് അന്നുണ്ട്. തിയേറ്റേഴ്സ് ഇങ്ങനെ ഫുൾ ഓൺ ആയിട്ടിരിക്കുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ഞാൻ ആരാധന കണ്ടിട്ടുള്ള മറ്റൊരാളാണ് ലാലേട്ടൻ, മമ്മൂക്കൊക്കെ ഒപ്പം തന്നെ ഈ പ്രകാശ് രാജ്. അദ്ദേഹത്തിനുമായിട്ട് എനിക്കൊരു കോമ്പിനേഷൻ സീനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ ഒരുപാട് തെലുങ്ക്, തമിഴ് സിനിമകളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അദ്ദേഹമായിട്ട് 1-to-1 നിൽക്കുകയല്ലേ. പിന്നെ ഞാൻ ആ സീൻ അറിയാമല്ലോ, നമ്മളിങ്ങനെ അദ്ദേഹമായിട്ട് കോർക്കുന്ന ഒരു ഇതാണല്ലോ. ഇദ്ദേഹമായിട്ട് എങ്ങനെ ആയിരിക്കും. പക്ഷെ കിട്ടു ആക്ടറാണ്. നമ്മൾ വെറുതെ അദ്ദേഹത്തോട് ഡയലോഗ് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞ ഓരോ ഡയലോഗിനും അതൊരു മിററിങ് പോലെയാണ്. നമ്മളിങ്ങനെ അദ്ദേഹമായിട്ട് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്ന ആ സിനിമയാണ്. അപ്പം അങ്ങനെ എവിടേക്കോ ഇങ്ങനെ ഓരോരോ സന്തോഷങ്ങൾ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദൈവം. അത് പറയാൻ ചോദിച്ചപ്പോൾ നീലത്താമര എന്ന് പറയുന്ന സിനിമയിൽ നായകനായിട്ട് തന്നെയായിരുന്നു കൈലാഷിന്റെ വരവ്. പിന്നീട് തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും നായക റോളുകളിൽ ഫോക്കസ് ചെയ്തിട്ട് കാണുന്നില്ല. വില്ലനാണെങ്കിലും ഒക്കെ, കൊമേഡിയനായിട്ടും ഒക്കെ, സഹനടനായിട്ടും സിനിമ ചെയ്യുക എന്നതാണ് കൈലാഷിന്റെ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് മനഃപൂർവ്വം ഉണ്ടായിരുന്നൊരു ചൂസാണോ? ഇപ്പൊ പറഞ്ഞു തന്നിലേക്ക് വരുന്ന അവസരങ്ങളാണെന്ന്. ഇപ്പോൾ എപ്പോഴും ഒരു നടനാവാൻ ആഗ്രഹിച്ച ഒരാള് നായക റോളുകൾ നോക്കില്ലേ? ഇപ്പോൾ ഞാൻ സത്യസന്ധമായി പറയാം, നീലത്താമര എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ വിചാരിച്ചിരുന്നത് സത്താർക്ക ചെയ്ത റോളായിരിക്കും എനിക്ക് കിട്ടാന്നായിരുന്നു. ഒരിക്കലും ഞാനൊരു ഹീറോ, രവികുമാർ സാർ ചെയ്ത ഒരു വേഷം ആയിരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ സത്യസന്ധമായി പറയാം. പക്ഷെ ഇപ്പുറത്താണ് അതിൻ്റെ ഒരു കോൾ വന്നത്. അത് കഴിഞ്ഞ് ഓഫ്കോഴ്സ് ഞാൻ കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ സിനിമകൾ, ഞാൻ പറഞ്ഞില്ല നമ്മൾ മാത്രം തീരുമാനിക്കുന്നതല്ലോ, നമ്മുടെ അടുത്തേക്ക് വരുന്ന സിനിമകൾ, നമ്മളുമായി ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകൾ, നമ്മുടെ ഒരു ബേസിക് ബുദ്ധി. ഞാനൊരു സിനിമയും എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ വിട്ട് കളഞ്ഞിട്ട് അതൊരു ഹിറ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ അല്പം അഹങ്കാരത്തോടെ തന്നെ പറഞ്ഞ കാര്യമാണ്. അതായത് ഞാൻ നഷ്ടപ്പെടുത്തിയൊരു സിനിമ എനിക്കില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് പോയ സിനിമകളൊക്കെ ഉണ്ട്, അത് ഞാനായിട്ട് വേണമെന്ന് വെച്ചതല്ല. പക്ഷേ ഒരു സിനിമ നമ്മളിലേക്ക് എത്തുമ്പോൾ
വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം അതിനകത്തൊരു വലിയ പണം അതിനകത്ത് ഇൻവോൾവാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ മാത്രമല്ല, ചിലപ്പോൾ ഞാൻ വിചാരിച്ചാൽ എനിക്കും കുറച്ച് അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഘടിപ്പിക്കാൻ പറ്റിയേക്കും. അങ്ങനെ മാത്രമല്ലല്ലോ, എനിക്കതുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റണ്ടേ. എൻ്റെ സ്വാർത്ഥത മാത്രമല്ലല്ലോ. എനിക്കിതുവരെ അങ്ങനെ ഒരു സാഹചര്യം എന്നോട് ഞാൻ ക്ഷമിക്കാൻ പറ്റാത്തത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതാണല്ലോ ആദ്യം വേണ്ടത്. പിന്നെ എനിക്ക് ആ സമയത്ത് ഞാൻ ചെയ്ത സിനിമകൾ നമ്മൾ അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സ്പേസിൽ എനിക്ക് തോന്നി അത്ര വർക്കായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തയ്യാറായിരുന്നു, ഞാൻ ഫ്ലെക്സിബിൾ ആവാൻ. കാരണം എനിക്ക് സിനിമയാണ്, അല്ലാതെ ഞാൻ സിനിമയിൽ ഇന്നതെന്ന് പറഞ്ഞിട്ട് വന്ന ആളല്ല. എനിക്ക് സിനിമയ്ക്കൊപ്പം നിൽക്കണം, എനിക്ക് സിനിമയ്ക്ക് അകത്ത് നിൽക്കണം, സിനിമയ്ക്കൊപ്പം യാത്ര ചെയ്യണം. ഈ സിനിമയുടെ ഏറ്റവും രസകരമായ സാധനം അതാണല്ലോ, നമുക്ക് നമ്മളെ സർട്ടിഫൈ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. എല്ലാവരും വിചാരിക്കുകയാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന്. അത്രേ നടക്കുള്ളൂ. ആഗ്രഹവും ടാലന്റും രണ്ടാണ്. ഈ ടാലന്റ് എത്ര ഉണ്ടെന്ന് ജഡ്ജ് ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റില്ല, അതിനെ സർട്ടിഫൈ ചെയ്തിട്ട് വരാൻ പറ്റില്ല. നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യാം. അഭിനയിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, ഏത് പോയിന്റ് നിന്നിട്ടാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? വേഷം കിട്ടുന്നതനുസരിച്ച് ആ ദിവസം അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയാലേ ഇതൊക്കെ ഉള്ളൂ. ഇത് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഇല്ല ഞാൻ മറ്റു കഥാപാത്രങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അത് എൻ്റെ അടുത്ത് എനിക്ക് വേണ്ടപ്പെട്ട പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ അത്തരം കഥാപാത്രങ്ങളിലേക്ക് മാറി ചെയ്ത് നോക്കൂ. അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഉദയകൃഷ്ണ എന്ന് പറയുന്ന റൈറ്ററാണ്. അദ്ദേഹമാണ് എന്നോട് പറയുന്നത്, നീ ചെറുത് വലുതാലേക്കുണ്ട്, നീ അങ്ങനെ മാറ്റി ചെയ്യും. ഒരു ദിവസം ചിലപ്പോൾ വീണ്ടും കറങ്ങി നിനക്ക് വരാം, പക്ഷെ ഫസ്റ്റ് നീ അതിലേക്ക് നിൽക്ക്, സർവൈവ് ചെയ്യൂ. ഉദയേട്ടൻ അത്തരം സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വലിയ സിനിമകളിലും അങ്ങനത്തെ വേഷങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട്. ലാൽ ജോസ് എന്നോടത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ നീ കുറച്ചുകൂടെ ചെറിയ മറ്റുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. പക്ഷെ ഞാനിത് പറയുമ്പോൾ ആ സിനിമകളിലെ ആൾക്കാർക്ക് ആദ്യമൊക്കെ പ്രയാസമായിരുന്നു, എല്ലാ സിനിമകളിലെ ആൾക്കാർക്കും. കാരണം ഇതേ പ്രശ്നമാണ്, നീ ഹീറോ ആയിട്ട് ഒന്നുമില്ലടാ, നീ ഹീറോ ആയിട്ട് തന്നെ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ നീ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ശ്രമിച്ചു നോക്കൂ, നിന്നെ എങ്ങനെ ചെറിയ വേഷങ്ങൾക്ക് ചെയ്യിപ്പിക്കും. നമുക്കിത് ആദ്യം അവരെ കൺവിൻസ് ചെയ്യാൻ പ്രയാസപ്പെടും, അങ്ങനെ നമുക്ക് കുറച്ച് സമയം പോകും. പക്ഷെ അപ്പോഴും ഞാൻ വിട്ടിട്ടില്ല, ഞാൻ അങ്ങനെ തന്നെ എന്നെ പറയുന്ന നിന്നിട്ടാണ് ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചോദിച്ച് മേടിച്ചിട്ടാണ്. പലപ്പോഴും എന്നെ അത്തരം കഥാപാത്രങ്ങൾ വിളിക്കാൻ ബുദ്ധിമുട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അയാളെ എങ്ങനെ നമ്മൾ അങ്ങനെ വിളിക്കുക, അയാളെ വിളിക്കണോ, അയാൾക്ക് ചെയ്യാനില്ല അതെന്നൊക്കെയാ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു സെക്കൻഡ് കിട്ടിയാൽ എനിക്കതൊരു ബ്രീത്താണ്. ഞാൻ അങ്ങനെയാണ് അതിനെ കരുതുന്നുള്ളൂ. അപ്പോൾ ഇത്തരം ഒരു ഇമോഷണൽ ഫൈറ്റ് ഒരു സൈഡിലുണ്ട്. അപ്പൊ നമ്മളത് മാറുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ വരുമ്പോൾ മലയാളത്തിലെ സീനിയേഴ്സ് ആയിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാലിനോടൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്, കൂടുതൽ ലാലേട്ടനൊപ്പം. അതിനെങ്ങനെയാണ് രണ്ടുപേർക്കൊപ്പം സിനിമ ചെയ്യാൻ പറ്റുന്നുള്ളത് വലിയ സന്തോഷമാണ്. കാരണം ഞാനിപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് ഞാൻ വളരെ ചെറിയ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് ദൂരദർശനിൽ നാണയം എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണുന്നത്. അപ്പോൾ അതിനകത്തിങ്ങനെ മധുസാറും ശ്രീവിദ്യാമ്മയാണ്. ഞാൻ ഭയങ്കര ചെറുപ്പത്തിൽ കണ്ട സിനിമയാണ്. എനിക്കത് ഞാൻ 2 മാസം 3 മാസം കണ്ട. അപ്പം ഇങ്ങനെ ഓപ്പൺ ജീപ്പിൽ മമ്മൂക്കൽ ലാലേട്ടനോട് ഇങ്ങനെ പാട്ട് പാടിയിട്ടാണ് വരിക, ഇൻട്രൊഡക്ഷൻ അവിടെയാണ്. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും സെക്കൻഡ് മാരേജാണ്, മധുസാറിൻ്റെയും ശ്രീവിദ്യാമ്മയുടെയും. ശ്രീവിദ്യാമ്മയാണെന്ന് എൻ്റെ ഓർമ്മ. ഇവരുടെ രണ്ടുപേരുടെയും ആദ്യത്തെ കല്യാണത്തിലുള്ള മക്കളാണ് ഇവർ. ശരിക്കും ഇവർ ബ്രദേഴ്സ് അല്ല, പക്ഷെ ബ്രദേഴ്സ് പോലെ ലൈഫ് ഇവർ പോകണം. ഒരു പോയിന്റിൽ ഇവർ വഴക്കൊക്കെ ആവുന്നതാണ് സിനിമ. നാണയം ഒരേ അതിനപ്പുറം ഇപ്പുറം എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഞാൻ ഓപ്പൺ ജീപ്പ്, എൻ്റെ അമ്മേ ഇത് എന്ത് രസം. അപ്പം നമുക്ക് ഓപ്പൺ ജീപ്പാണ് ഓപ്ഷൻ. നമുക്ക് ആ സിനിമ കണ്ടിട്ട് ഞാനിങ്ങനെ ഇവരെ രണ്ടുപേരും ആരാധനയോടെ നോക്കി നിന്നിട്ടുണ്ട്. ഇന്ന് ദിവസം അയച്ച് ഇവർക്ക് രണ്ടുപേർക്കൊപ്പം നമുക്കൊപ്പം എനിക്കൊന്ന് ഒരു 6 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ലാലേട്ടനൊപ്പം ഞാൻ ഒരു 7 സിനിമ ചെയ്തിട്ടുണ്ട്. അതിനെക്കാട്ടിലൊക്കെ ഉപരി മലയാളത്തിൻ്റെ പുണ്യങ്ങളാണ് മമ്മൂട്ടി, മോഹൻലാൽ. ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടെ മുമ്പിൽ പോയി ഞാൻ നിന്നാൽ ഞാൻ ആരാണെന്ന് പറയണ്ട. അവരുടെ കണ്ണുകൾക്ക് എന്നെ അറിയാം എന്നത് എൻ്റെ മലയാളി എന്ന നിലയിൽ, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, ഒരു സിനിമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ മൊമെൻ്റാണ്. ഇപ്പൊ പറഞ്ഞല്ലോ മോഹൻലാൽ, ഇപ്പൊ കൈലാഷാണ് വിളിക്കാം എന്ന് പറയുമ്പോൾ അവനോട് ചോദിച്ചു നോക്കൂ എന്ന് ലാലേട്ടൻ പറയണമെങ്കിൽ വ്യക്തിയെ അറിയാമെന്ന് മാത്രമല്ല, കൈലാഷ് എന്ന നടൻ എത്രത്തോളം അഭിനയിക്കുന്നു അദ്ദേഹത്തിന് അറിയാന്നുള്ളത് കൊണ്ടായിരിക്കും അത്ര ഒരു കഥാപാത്രം തന്നിട്ടുണ്ടാവുക. ഇപ്പൊ ഷിക്കാറില് നല്ലൊരു വേഷം. എനിക്ക് തോന്നുന്നു ഈ ലാലേട്ടൻ നമുക്കൊക്കെ ഈ നമ്മളുടെ അഭിനയിക്കുന്നതിന്റെ എന്തെങ്കിലും മീറ്ററിനെക്കാട്ടിലും ശ്രദ്ധിക്കുമല്ലോ. അവരെ സംബന്ധിച്ച് പുതിയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ
അവർക്കൊക്കെ അവരുടെ സിനിമകളിൽ എന്തെങ്കിലും റോൾ വന്നാൽ, അത് ഞാൻ എൻ്റെ കേസ് മാത്രമല്ല പറയുന്നത്, എൻ്റെ പല കൊളീഗ്സിൻ്റെ കേസിൽ എനിക്കറിയാം. ഞാൻ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് മറ്റു പലരെക്കുറിച്ച് സംസാരിക്കുന്നത്. ആരെങ്കിലും വന്നിട്ട് നമുക്ക് ഇന്നോവേഷൻ്റെ ആളെ വിളിച്ചാലോ, ചിലപ്പം അത് നമ്മുടെ ഇന്ന സിനിമയിൽ വന്നു വിളിച്ചു നോക്കും, വരട്ടെ അവർ വരട്ടെ. അവർ ഭയങ്കര വെൽക്കമിങ് ആൾക്കാരാണ്. ആണോ പുതിയ വരട്ടെ, അവർ വരട്ടെ, അവർ നമ്മുടെ സിനിമയിൽ വരട്ടെ. പിന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരാണ് ഏറ്റവും കൂടുതൽ ഇവരെ കംഫർട്ടബിൾ ആക്കുന്ന ആൾക്കാർ. അത് ഞാൻ ഇവർ രണ്ടുപേരിലും കണ്ടേക്കുന്ന ഒരു ഗംഭീര ക്വാളിറ്റിയാണ്. അതാണ് അവരെ ലെജൻഡ്സ് ആകുന്നത്. അവര് ഭയങ്കര ഇൻഡസ്ട്രീനെ കൊണ്ട് നടക്കാന്ന് പറയില്ലേ. ഇപ്പൊ ഇവർക്ക് ഇവരുടെ സിനിമ ചെയ്ത് തിരിച്ച് വീട്ടിൽ പോയിരിക്കാം. ഇവരങ്ങനെ റിസർച്ചിലുണ്ടോ? നമുക്ക് നല്ല പ്രത്യേകത ആണ്, ഇവരിങ്ങനെ ഈ ഇൻഡസ്ട്രീനെ ഇങ്ങനെ ഷോൾഡർ ചെയ്യും. ഇതുകൊണ്ടൊന്ന് അപ്പൊ തന്നെ പോയിട്ട് ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് മേടിച്ച്, ഇടയ്ക്ക് ഒരു നാഷണൽ അവാർഡ് മേടിച്ച്, ഇവരിങ്ങനെ കൊണ്ടു നടക്കും ഇതിനെ. അതായത് മലയാള ഇൻഡസ്ട്രി ഇപ്പൊ ഒരാൾ പോയിട്ട് പത്മഭൂഷൺ മേടിച്ചിട്ട് വന്നു, മറ്റേ ആൾ ഫാൽക്കെ മേടിച്ചിട്ട് വന്നു. ഇവരിങ്ങനെ ആ ഇൻഡസ്ട്രീനെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഇന്നിപ്പോ അതാ നമുക്ക് ഒരു സിനിമ പാട്രിയറ്റ് ചക്കോച്ച നീ നമുക്ക് കുറച്ച് ഇവരിങ്ങനെ കൊണ്ടു നടക്കും ഈ ഇൻഡസ്ട്രീനെ. ഈ ഷോൾഡറിങ് ആണ്, അല്ലാതെ അവർക്ക് വേണ്ടത് അഭിനയിച്ച് അവരുടെ ശമ്പളം മേടിച്ച് പോകുന്നവരല്ല. ഇവർ രണ്ടുപേരും നോക്കിക്കോളൂ. ഇവർ രണ്ടുപേരും പ്രൊഡക്ഷൻ ചെയ്ത് ഇൻഡസ്ട്രിയിലേക്ക് പ്രൊഡക്ഷൻ ചെയ്യുകയും അതിനകത്ത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും സിനിമകളിലേക്ക് അവരുടെ ലൈഫും അവരുടെ പണവും സമയവും ഒക്കെ പുഷ് ചെയ്യുന്ന ആൾക്കാരാണ്. അതൊരു വേറൊരു പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അതില് ആക്ടിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് ആക്ട് ചെയ്ത് തിരിച്ചു പോകാം. ഇവർ രണ്ടുപേരും അത് ചെയ്യുന്നില്ല. ചേർത്ത് പിടിക്കുകയാണ്. ഇൻഡസ്ട്രിക്കുള്ള ഒരു കാര്യമാണെന്ന് ചോദിക്കും, അവരപ്പോൾ കോൾ വിളിക്കും, എന്താണ് ഇത് പറ്റി, നമുക്ക് ശരിയാക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. അല്ല അവര് പറയാവുന്ന ഒരാളെ വിളിക്കും, അത് അവനോട് പറഞ്ഞ് മനസ്സിലാക്കില്ല, അതൊന്ന് സെറ്റിൽ ചെയ്യും, അത് സോൾവ് ചെയ്യും. ഇത് പറ്റില്ല, അങ്ങനെയാണ്, ഇത് പറ്റി. അപ്പം ഇത് ഇവർക്കറിയാൻ പറ്റൊരു കാര്യമില്ല. നമ്മൾ പക്ഷെ പലപ്പോഴും വിചാരിക്കും ഇവർക്കെല്ലാം അറിയണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ചിലപ്പോൾ ചിന്തിക്കും അതല്ല, അവർക്കിതെല്ലാം നന്നായി നടക്കണം. മലയാള സിനിമ ഇങ്ങനെ നന്നായി നടക്കണം. കാരണം ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെന്നൈ എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു നസീർ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു ലൈഫ്. അവിടെ ഹിസ്റ്ററി പറയുന്നത് അത്രയും വലിയ റെസ്പെക്റ്റ് ഒന്നും ഇവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. കാരണം അവിടെ തെലുങ്കും ഹിന്ദിയും തമിഴും ഒക്കെയുള്ള ഇൻഡസ്ട്രിയുടെ താഴെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ് നമ്മൾ. അവര് ഫ്ലോറുകളിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലോറിൽ സമയം കിട്ടുള്ളൂ. അവരുപയോഗിക്കുന്ന സെറ്റുകളുടെ ബാക്കി നമ്മുടെ ഇൻഡസ്ട്രി പോയി ചോദിക്കുന്ന പറഞ്ഞത് അത് നിങ്ങൾ മാറ്റല്ലേ, ഞങ്ങൾ അത് കഴിഞ്ഞിട്ടൊന്ന് അവിടെ വേറെ സീൻ എടുത്തോട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ എന്നുവെച്ചാൽ അവർ ഡിസ്റെസ്പെക്ട് ചെയ്തൊന്നല്ല, നമുക്ക് അത്രയുമേ സാഹചര്യങ്ങളുള്ളൂ, ഫണ്ട് വൈസും അല്ലെങ്കിൽ മറ്റുള്ള ചുറ്റുപാട് അത്രേ ഉള്ളൂ. അവിടെ നിന്ന് ഇവർ ഇങ്ങനെ പോയി തമിഴ്നാട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടുന്ന് സിനിമേനെ ഇങ്ങനെ കൊണ്ടുവന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളിന്നത് ഇവിടെ എറണാകുളത്ത് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ഇൻഡസ്ട്രീനെ ഇവരെ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പണ്ട് ഡബ് ചെയ്യണം ചെന്നൈക്ക് പോകണം. ഇവിടെ ഇപ്പം എത്ര സ്റ്റുഡിയോസായി, ഇവിടെ ഇപ്പം എത്ര ഫ്ലോറുകളായി, എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ക്യാമറ ഉൾപ്പെടെ പ്രൊഡക്ഷൻസ് ഉൾപ്പെടെ യൂണിറ്റ് ഉൾപ്പെടെ എല്ലാം ഇവിടെ നിൽക്കുന്നത്. ഇവർക്ക് വേണേൽ ചെന്നൈ താമസിച്ചൂടെ? ഇതിന് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. ഇവരെല്ലാവരും അവർക്കൊക്കെ അവിടെ വീടുകളുണ്ട്, അത് വിട്ടിട്ട് ഇവിടെ നിൽക്കണം അവര്. അപ്പൊ ഇതൊരു വല്ലാത്ത മനസ്സാണത്. ഇപ്പൊ മലയാള സിനിമയുടെ വളർച്ചയെ നമ്മൾ എടുത്തു പറയേണ്ടത്, മലയാള സിനിമേനെ മറ്റ് ഭാഷാ ചിത്രങ്ങൾ റെഫർ ചെയ്യാൻ തുടങ്ങി. മലയാള സിനിമ റീമേക്കുകൾ, പിന്നെ OTT വന്നപ്പോൾ മലയാള സിനിമക്ക് ഉണ്ടായിരുന്നൊരു പീക്ക് ഭയങ്കര ഗംഭീരമാണ്. അത് കൂടുതൽ സാധ്യതകൾ തരുകയും കൂടെയല്ലേ ചെയ്യുന്നത്. എല്ലാ കാലത്തും മലയാള സിനിമ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് നമുക്ക് കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നു. ആ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉള്ള ആളുടെ നമുക്കാണ്. കാരണം ഇവര് മറ്റുള്ള ഇൻഡസ്ട്രികളിൽ പോയി അവിടുത്തെ വമ്പം പടങ്ങളിൽ അധികം ഒരു പെർഫോമൻസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർപ്പിക്കും, ഇവിടെ ഉണ്ട് കേട്ടോ, മലയാളോട് ഉണ്ട് കേട്ടോ. ഈ സമയത്താണ് മലയാള സിനിമയെ കൂടുതലായിട്ട് അവിടുത്തെ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് നമ്മളോട് ഗംഭീര സാധനം ചെയ്ത് വെച്ചിട്ട് ഇത് പെട്ടെന്ന് നോട്ടീസബിൾ ആക്കുന്നത് ഇവരുടെ പ്രസൻസ് ആകും. സത്യത്തിൽ അതിന്റെ ക്രെഡിറ്റ് പലപ്പോഴും അവരെടുക്കാറില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പറയണതല്ലേ, ബംഗാളിലും അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലും ഗംഭീര സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ വിസിബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊരു റെഫറൻസ് വൈസ് പോയി പല സിനിമകൾ കാണുമ്പോൾ എന്തോരം സിനിമയായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ എത്ര പേരെ സിനിമ കാണുന്നുണ്ട്, പക്ഷെ മലയാള സിനിമ അവർ കാണുന്നുണ്ട്. അതാ വിസിബിലിറ്റി നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലെ ലെജൻസ് ഫ്രണ്ടേജിൽ നിന്ന് ഒന്നും വേണ്ട. ഫാൽക്കെ അവാർഡ് വന്നപ്പോൾ എല്ലാവരും നോക്കിയില്ല ഇവിടെ. വീണ്ടും നമുക്ക് പത്മഭൂഷൺ വന്നപ്പോൾ ഇവിടെ നോക്കി. ഇതിൻ്റെ ഇടയ്ക്കൂടെ പോയിട്ട് നമുക്ക് അവിടെ
തമിഴിൽ പോയിട്ട് 2 പടക്കം പെർഫോമൻസ് ചെയ്തിട്ട് അത് നാഷണൽ അവാർഡ് അടിച്ച് നിൽക്കുക, നാഷണൽ അവാർഡിൽ ഫൈനൽ പോയിന്റിൽ നിൽക്കുകയാണ്. അവിടെ തമിഴ് വരുവാണോ, ഇങ്ങനെ കൊണ്ട് നടക്കണല്ലേ ഇവര്. ഇവരുടെ ഒരു ഓവറോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് സിനിമയിലല്ല, സിനിമയിൽ ഒരു സൈഡിൽ മാത്രം അവർ പിടിക്കണേ. ഇപ്പൊ ലാലേട്ടൻ കണ്ടില്ലേ, അമേരിക്ക പോയിട്ട് ഷോ ഇപ്പം ഷോയ്ക്ക് വേറെ മാർക്കറ്റിലേക്ക് വരിക കാര്യങ്ങള്. അത് ക്രിയേറ്റ് ചെയ്യാൻ എന്തിനാണ് പോകേണ്ട ആവശ്യം? അദ്ദേഹത്തിന് ഈ ഇത്രയും ദൃശ്യവും പാട്രിയോട്ടും ഒക്കെ ഇപ്പം ഇടയ്ക്ക് ജയിലിട്ടും ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് 2 മാസം റിലാക്സ് ചെയ്ത് എവിടെയെങ്കിലും പോയിരിക്കാം. ആ റിലാക്സേഷൻ പോലും അദ്ദേഹം ഷോ ആക്കി മാറ്റാണ്, എൻ്റർടൈൻ ചെയ്യാണ്. ജീവിതത്തിൽ ഇവർക്ക് നമുക്ക് ലാലേട്ടൻ ഞാൻ കണ്ടത്, ഇവർക്ക് മലയാളികളെ എൻ്റർടൈൻ ചെയ്യുക, ഇവരെ സന്തോഷിപ്പിക്കുക, ഇവരുടെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ രാവിലെ എഴുന്നേക്കുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. പുതിയ സിനിമകളെല്ലാം കണ്ടാണ് എടാ ആ സിനിമ വന്നായിരുന്നു കേട്ടോ എന്ന് പറയുക. ഒരു ദിവസം എനിക്ക് രാവിലെ ഒരു മെസ്സേജ്, ഞാൻ ചിന്ത ആരാണ്, നീ നന്നായിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ നോക്കുമ്പോൾ മമ്മൂക്ക. മര്യാദരാമൻ കണ്ടിട്ടേ, മര്യാദരാമൻ മമ്മൂക്കില്ല. ഇപ്പൊ നമ്മൾ പറയില്ല പലരേക്കും ഇങ്ങനെ മെസ്സേജ് അയച്ചു. ഇത് എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഇന്നലെ പാട്രിയറ്റിന്റെ റിലീസിന് ഭരതനാട്യത്തിന്റെ മോഹിനിയാട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണേ. ഇവർ കാണുന്നുണ്ട്. ഇവർക്ക് നമ്മളൊരു സിനിമ കാണാൻ 2-2.5 മണിക്കൂർ വേണം, വേണ്ടേ? ഈ 2.5 മണിക്കൂർ ഇതിനിടയ്ക്ക് ഉണ്ടാക്കണം ലൈഫില്. ആ 2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ പുതിയൊരു കഥ കേട്ടൂടെ, കമ്മിറ്റ് ചെയ്തൂടെ? അവരതല്ല ചെയ്യണേ. ആണോ നമ്മുടെ മക്കൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ കൊണ്ടുനടക്കണം. ഇതിനിടയ്ക്ക് വൈശാഖം പറഞ്ഞ ഏറ്റവും രസകരമായ സാധനം കേട്ടിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യണമെന്നില്ല. പുലിമുരുകൻ ഷൂട്ട് ചെയ്യണം. അന്ന് 100 ദിവസം ഷൂട്ട് ചെയ്യുന്ന സിനിമകൾ തന്നെ കുറവാണ്. നമുക്ക് ആ കൾച്ചർ ആയിട്ടില്ല. ഇത് കുറച്ചൊരു ഫൈറ്റ് പടമെന്ന് മനസ്സിലാക്കിയിട്ട് വൈശാഖനെ വിളിച്ചു. നമുക്ക് എന്താണ് പരിപാടി? അതിങ്ങനെ കാട്ടിൽ ഇങ്ങനെയൊക്കെ പരിപാടിയാണ്, ഫൈറ്റ് കൂടുതലാണ്, സൂക്ഷിക്കണോട്ടോ, ലാല് പലതും ചെയ്യും, അവനെ സൂക്ഷിച്ച് ഉപയോഗിക്കും. എന്തിന്? ഇതേ സിനിമയില്ല. അത് വൈശാഖനെ വിളിച്ചിട്ട് പറയാണ് ലാല് കുറച്ച് അവനിതൊക്കെ കണ്ട കൂടുതൽ താല്പര്യമുള്ള ആളാണ് എന്ന് വെച്ച് ഞാൻ കുറച്ച് ആവശ്യമില്ലാതെ ചെയ്യും, അത് കൈകാലൊക്കെ സൂക്ഷിക്കാൻ പറഞ്ഞു. എന്ത് നമ്മളതിനെ നമുക്ക് എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും? അതൊരു വേറെ മൈൻഡ് സെറ്റാണ്. ഈ ഗ്രേറ്റ്നെസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആക്ഷനാണ്. അത് നമ്മൾ പലപ്പോഴും ഈ ആക്ടിങ്ങിനെ കുറിച്ച് ഇവരുടെ കേസ് നമ്മൾ പറയുന്നത്, പക്ഷെ അവരെന്ന വ്യക്തികള് അതിന് മേലെയാണ്. അന്യഭാഷ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ കൈലാഷ് അന്യഭാഷ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇപ്പം വളരെ കുറവാണ്. PS1 വേണ്ടിയിട്ട് മലയാളത്തിൽ അരുൾമൊഴിക്ക് നായകന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ശബ്ദമാണ് കൈലാഷിൻ്റെ. അപ്പോൾ ഈ ഡബിങ്ങിലേക്കുള്ള എങ്ങനെയായിരുന്നു ആ ഡബിങ്ങിലേക്ക് വന്നത്? അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫുൾ ടൈം സിനിമകൾ ഇപ്പം ഇല്ല. അപ്പം വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്താ ആലോചിക്കുന്നത്. ആക്ച്വലി ഡബിങ് ചെയ്തത് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ചെയ്തതാണ്. എനിക്ക് അറിയില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന്. അത് RRR എന്ന് പറഞ്ഞ സിനിമയൊക്കെ ആ സമയത്താണ് വരുന്നത്. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ മലയാളം വേർഷനാണ് കാണുന്നത്. അപ്പം ഞാൻ നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ സാറാണ് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ മലയാളത്തിൽ എഴുതി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ഞാനത് മലയാളം വേർഷൻ കണ്ടു, എന്ത് രസമായിട്ട് നിങ്ങൾ ചെയ്തേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ സിനിമ ശരിക്കും തെലുങ്ക് സിനിമയാണ്, തെലുങ്ക് സിനിമ നന്നായി എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതിനകത്ത് മലയാളത്തിന് ഒരു ഫുൾ ടീം വർക്ക് ചെയ്തിട്ടുണ്ട് ഈ മലയാളം വേർഷൻ ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ആ വർക്ക് ചെയ്തവരെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വർക്ക് ചെയ്തേക്കണേ, ഇദ്ദേഹം റൈറ്ററാണ്, ഡയറക്ടറാണ്, ആക്ടറാണ്, അവരെ നമ്മൾ മെൻഷൻ ചെയ്തില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ആ കോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് കോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യണം, എനിക്കെന്തെങ്കിലും എന്നെ പറ്റുമെങ്കിൽ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് ഞാനത് അന്നേരത്തെ ഒരു ഇതിൽ പറഞ്ഞു. അന്ന് സിനിമയുടെ അപ്പം ഞാൻ വിളിക്കുകയാണ്. ഞാൻ കണ്ടു മലയാളം അതിൻ്റെ ഈ ഡബ്ബിങ് ഡയറക്ടറായിട്ട് അതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റും ശങ്കർ രാമകൃഷ്ണനാണ്. ഞാൻ അതൊരു സിനിമ ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ വിളിച്ചു ചേർത്തിരുന്നത്. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്, കുറേ നാൾ ശേഷം ദിവസം എന്നെ പുള്ളി വിളിച്ച് ചോദിച്ചു, നീ അന്ന് പറഞ്ഞ സീരിയസ് ആണോ എന്ന് വെച്ചിട്ട്, ഒരു സിനിമയുണ്ട് നീ ഒന്ന് നോക്കാൻ പറഞ്ഞു പോയിട്ട്. അങ്ങനെ ഞാനവിടെ ചെല്ലുമ്പം ഒരു സീൻ തന്നിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തു. പിന്നെ ചെന്നൈക്ക് അയച്ചു കൊടുത്തു. മണിരത്നം സാറിൻ്റെ ഓഫീസിൽ നിന്നാണ് അത് ചെയ്യുന്നത്. അവരത് ഓക്കെ എന്ന് പറഞ്ഞ വോയിസ് പിന്നാണ് ഡബ് ചെയ്തത്. അതും അരുൾമൊഴിക്ക് തന്നെ കൊടുത്തു ശബ്ദം. നമ്മള് പൊന്നിയിൻ സെൽവനെ വേണ്ടിയിട്ട് ജയൻഡ്രിക്കാണ് ആദ്യം. ആക്ച്വലി ഞാൻ ചെന്നത് ഈ കാർത്തി ചെയ്ത ക്യാരക്ടറുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ ഈ മൈക്ക് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, മറ്റേത് ചെയ്തു നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പൊന്നിയിൻ സെൽവനിലേക്ക്. ഇനിയിപ്പോൾ ഡബിങ്ങിൽ പുതിയ സാധ്യതകൾ എന്തെങ്കിലും വരുന്നുണ്ട്? ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യും.
ഇപ്പം ഞാൻ സ്പൈഡർ ചെയ്യുന്നുണ്ട് ആമസോൺ പ്രൈമിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു മലയാളം വേർഷൻ വരുന്നുണ്ട്. ഒരു 8 എപ്പിസോഡാണ്. അതിനകത്തൊരു ടോബി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹരിദാസ് നീലത്താമരയുടെ പോസ്റ്റർ, ആദ്യമായിട്ടൊരു പോസ്റ്ററിൽ മുഖം വന്ന ഓർമ്മ? പോസ്റ്ററിനെക്കാട്ടിലും ഞാൻ എക്സൈറ്റഡ് ആയത് നീലത്താമരയുടെ ലൊക്കേഷനിൽ നാന ചിത്രഭൂമി പോലുള്ള ആൾക്കാർ വരും. കുറെ നോക്കിയാണല്ലോ ഞാനിൽ ചിത്രഭൂമിയിലൊക്കെ. അപ്പൊ ഇവര് വന്നിട്ട് ഡയറക്ടറോടും അങ്ങനെ അവരെല്ലാവരോടും സംസാരിക്കും. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോകും. ഒരു ദിവസം ലൊക്കേഷനിൽ ആദ്യമായിട്ട് നമ്മുടെ ഒരു 3 പേജ് ന്യൂസ് വരികയാണ്, ഇങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഒരു ലൊക്കേഷൻ ഞങ്ങൾ എല്ലാവരോടും ഇരിക്കുമ്പോഴാണ് ആരോടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഈ ലാൽസാനാണ് ആദ്യം കാണിക്കുന്നത്. അപ്പം ഞാൻ എനിക്കൊന്നും നോക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ചോദിക്കാൻ ധൈര്യമില്ല. അത് ഡയലോഗ് പഠിക്കും പറയും. നമ്മളിങ്ങനെ പുതിയ പിള്ളേരും പുതിയ സിനിമയൊക്കെ അല്ലേ, അപ്പം അതോടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ആരില്ലാത്തപ്പോൾ പോയിട്ട് ലൊക്കേഷനിൽ ഒന്നുകൂടെ പോയി നോക്കുമ്പോൾ എന്നെ എന്തിനു വിളിച്ച് ഞാൻ അവിടെ വെച്ചു. അപ്പം എനിക്കിത് വൈകിട്ടൊന്ന് സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പോയിട്ട് ഒന്ന് റൂമിൽ പോയി കൊണ്ടുപോയിട്ട് എൻ്റെ ഒരു നല്ല സിംഗിൾ ഫോട്ടോ ഉണ്ട്. പിന്നെ ഞാൻ അർച്ചനയും കൊണ്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്. ഞങ്ങൾ MT സാറിന് 2-3 ഫോട്ടോ, 3 പേജ് ന്യൂസാണ്. ഒരു പ്രാവശ്യം ഞാൻ വായിച്ചെങ്കിൽ എനിക്ക് 2 പ്രാവശ്യം ഒന്ന് വായിക്കണം. ഒരു തരത്തിൽ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വളാഞ്ചേരി എന്ന സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം എനിക്കിത് എടുക്കാൻ പറ്റിയില്ല. ആരും എടുത്തോണ്ട് പോയി ഈ വൈകിട്ട്. ഞാൻ നേരെ വളാഞ്ചേരിയിൽ റൂമിൽ വന്നിട്ട് അവിടുന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ തിരിച്ച് ഇങ്ങനെ പുറത്തിറങ്ങി. ഇത് ഇവിടെ കിട്ടും എനിക്കറിയില്ല. എറണാകുളത്തേക്ക് എനിക്കിത് കിട്ടുന്ന സ്ഥലം അറിയാം. അങ്ങനെ ഞാൻ നേരെ വിചാരിച്ചു എന്തായാലും ബസ് സ്റ്റാൻഡിലൊരു ബുക്ക് ഷോപ്പ് ഉണ്ടാവും, അന്ന് അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ അവിടെ നടന്ന് കുറച്ചുള്ളൂ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വന്നു. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴേ ഈ ചിത്രഭൂമി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് പോയിട്ട്, അപ്പോൾ എൻ്റെ വിചാരം എന്നെ അവിടുത്തെ ആൾക്ക് ഇപ്പം മനസ്സിലാവുന്നോ? അങ്ങനെ മനസ്സിലാവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഫ്രണ്ട് പേജ് ഒന്നും അല്ലല്ലോ. ഞാനത് മേടിച്ച് ഒറ്റ ഉടനെ എന്നിട്ട് കുറേ പ്രാവശ്യം വായിച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു പ്രിന്റഡ് എനിക്കിങ്ങനെ വായിച്ചിട്ട് എന്നെ കണ്ടിട്ട് കൊണ്ട് എനിക്കിങ്ങനെ സന്തോഷം കൊണ്ടായി. പക്ഷേ ഓഫ്കോഴ്സ് പോസ്റ്റർ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഈ ഫസ്റ്റ് പ്രിന്റിങ് എന്നെ ഞാൻ കാണുന്ന എൻ്റെ മൊമെന്റ് അതാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാഗ് വെച്ചിട്ടുണ്ടാവും, ഇടയ്ക്കൊക്കെ നോക്കും. അങ്ങനെ ഷൂട്ടിങ് തീരുന്ന വരെ ആ ഒറ്റ അതൊരു ബൈബിൾ പോലായി. രജനികാന്ത് സാറിനൊപ്പം രജനി സാറിന് ഞാൻ നമ്മുടെ ലുലുവില് യൂസുഫ് സാറിന്റെ ബ്രദറിന്റെ മോളുടെ കല്യാണമാണ്. അപ്പം ഞാനവിടെ പോയിരുന്നു. അപ്പോഴാണ് രജനി സാറിനെ കാണുന്നത്. ഞാനിങ്ങനെ വണ്ടി ഇങ്ങനെ കയറുമ്പോൾ പെട്ടെന്ന് അവർ ബ്ലോക്ക് ചെയ്തു. ഇപ്പുറത്തുനിന്ന് വേറൊരു ബെൻസ്. എന്നെ ബ്ലോക്ക് ചെയ്തത് ആരാണ്? ഞാനവരുടെ ഗസ്റ്റ് അല്ലേ, നമുക്ക് മറ്റേ സൈകോ നോക്കുമ്പോൾ രജനി സാർ അവിടെ പോയി ആമ്പാ. പക്ഷെ ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ രജനി സാർ ഫ്രണ്ടിലിരിക്കുകയാണ്. അപ്പം യൂസുഫ് സാർ എനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് കൈലാഷ് നമ്മുടെ മലയാളത്തിലെ ആക്ടറാണെന്ന് താങ്ക് യു ഞാൻ സംസാരിച്ചു. അതിനുശേഷം ഞാൻ ജയിൽ ടൂർ ഞങ്ങളൊരിക്കൽ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആതിരപ്പള്ളി. അപ്പം അന്ന് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ആതിരപ്പള്ളി തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ കണ്ടിരുന്നു. ഇതാണ് കൈലാഷിന്റെ ജീവിതം മാറ്റിമറിച്ച MT സാറാണ്. MT സാറ് ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ ജഡ്ജ്മെന്റ് റോങ് ആണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് സാറിൻ്റെ കേസിലാണ്. കാരണം സാറിനെ കുറിച്ച് നമ്മൾ വളരെ സീരിയസ് ആണ്, ഭയങ്കരമായിട്ട് ചിരിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായിരുന്നത്, എന്നോട് ആൾക്കാർ പറഞ്ഞിരുന്നത്, ഞാൻ കരഞ്ഞതും കേട്ടതും. പക്ഷെ ഞാൻ ചെന്ന ആദ്യത്തെ ദിവസങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം അദ്ദേഹത്തെ കാണാൻ പോയി കഥ പറഞ്ഞില്ല. അന്ന് അത് മുതൽ സിനിമകൾ ഞാൻ കോഴിക്കോട് പോകുമ്പോൾ അദ്ദേഹത്തെ പോയി കാണും. ലാലേട്ടൻ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ MT സാറിൻ്റെ മൊബൈലിൽ എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ചാൽ കൈലാഷ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ അടുത്ത് ഹലോ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അതും എൻ്റെ ലൈഫിലൊരു നല്ല മൊമെൻ്റാണത്. പലപ്പോഴും അദ്ദേഹത്തെ കാണണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടാണ് പല വലിയ ആൾക്കാരും അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ എത്ര ബ്ലസ്ഡ് ആയിട്ടാണ്, നമുക്ക് എവിടെയാണ് ഇവരൊക്കെ സ്പേസ് തരുന്നത്. രണ്ട്, എൻ്റെ മകൾക്ക് നമ്മളുടെ തുഞ്ചൻ പറമ്പിൽ അക്ഷരം എഴുതി കൊടുക്കാൻ സാറാണ് എന്നോട് പറയുന്നത്, അവിടെ കൊണ്ടുവരാൻ. എനിക്കറിയില്ലായിരുന്നു സാറിന് അത് ചെയ്യാൻ. എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ് ചോദിക്കാൻ. സാർ ഒരു ദിവസം പറഞ്ഞിങ്ങനെ തുഞ്ചത്ത് ഒരു
എഴുതാറായില്ലേ അങ്ങനെ വരികയും സാറിൻ്റെ കയ്യിലെ മോതിരം ഊരി നാട്ടിൽ എഴുതിയതും. അതിനുശേഷം ഒരിക്കൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് സാറിങ്ങനെ ഞാൻ ഒന്നും കൊടുത്തില്ല പറഞ്ഞിട്ട് സാറിങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ തിരക്കണം. ഞാൻ ചെയ്ത് എന്താണോ പ്രശ്നം പറഞ്ഞു. സാറ് വീട്ടിലല്ല, സാറിന് തൊട്ടപ്പുറത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ ഇരിക്കുക. അപ്പോൾ വീട്ടിലാകുമ്പോൾ സാറിന് സാറിൻ്റെതായ ഒരു ചുറ്റുപാടുണ്ടല്ലോ. ഇപ്പോൾ എഴുതാനൊക്കെ വേണ്ടിയിട്ട് വല്ലപ്പോഴും പോയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ തന്നെ. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവിടേക്ക് ആണ് എന്നോട് അവിടെ വരാൻ പറഞ്ഞിട്ട് ഞാൻ ചെല്ലുന്നത്. അപ്പം എന്താ കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കുറേയൊക്കെ തപ്പണം. അപ്പോൾ ഞാൻ വെച്ചിട്ട് എന്തൊക്കെ തപ്പണം എന്ന് പറഞ്ഞാൽ ആ ബാഗ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തു. അപ്പോൾ അതിനകത്തൊന്ന് ചെറിയൊരു അദ്ദേഹത്തിന് ആരോ കൊടുത്തൊരു ചെറിയൊരു കോയിൻ, ഇതെവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകൾക്ക് അത് കൊടുക്കുകയും. ഈ MD സാറിനെ നമുക്ക് അറിയണമെന്നില്ല. ഇതൊന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് MD സാർ തന്നെയാണ്. ഞാനിതൊന്നിനും വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുള്ളത്. അപ്പം അത്രയും വലിയ സന്തോഷം. വേറൊരു കാര്യം, അദ്ദേഹത്തോട് പക്ഷേ ഇന്ന് നമ്മുടെ അടുത്തില്ല. അദ്ദേഹം ഏറ്റവും അവസാനം ചെയ്ത 10 സിനിമകളുണ്ടായിരുന്നല്ലോ, 10 മലയാളത്തിലെ സംവിധായക മനോരഥങ്ങൾ. അതിൽ സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറയുന്ന സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റി. അദ്ദേഹത്തിന് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് അന്ന് രാവിലെ ഞാൻ വിളിച്ചു, വീണ്ടും ചെയ്യണം, നന്നായി ചെയ്യണം എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു നല്ല കാര്യമാണ്, അനുഗ്രഹം തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ കാണുന്നത് എറണാകുളത്ത് അദ്ദേഹം മനോരഥങ്ങളുടെ ചടങ്ങിൽ വന്നതും പിറ്റേ ദിവസം രാവിലെ പോകുമ്പോഴാണ് ഞാൻ ലാസ്റ്റ് കണ്ടത്. സുരേഷ് ചേട്ടനല്ലേ, സുരേഷ് ചേട്ടൻ നമുക്ക് ശരിക്കും ഒരു ധൈര്യമാണ്. സുരേഷ് ഗോപി ധൈര്യം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ എല്ലാവർക്കും അദ്ദേഹം അങ്ങനെ കേട്ടോ. അതായത് നമുക്കൊരു വിഷയം വന്നാൽ, നമുക്കൊരു പ്രശ്നം വന്നാൽ, നമുക്കൊരു ആള് വേണമെങ്കിൽ അത് സുരേഷ് ചേട്ടനാണ്. ആ മൊമെന്റിൽ വരും. അത് നമ്മൾ വിളിക്കണമെന്നൊന്നുമില്ല. ആ മൊമെന്റിൽ അദ്ദേഹത്തിനൊരു കോൾ ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയാം, ഇപ്പം നമ്മൾ അമ്മ പോലുള്ള സംഘടനയുമായിട്ട് കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറയാം. പലർക്ക് പല പ്രശ്നങ്ങൾ അറിയാമല്ലോ. നമുക്ക് ചില പോലീസ് സാഹചര്യങ്ങൾ, ചില സപ്പോർട്ടീവ് സിസ്റ്റം വേണ്ട സമയത്ത് അദ്ദേഹം അറിഞ്ഞിട്ട് വിളിക്കും. പെട്ടെന്ന് നടക്കും, ആളെടുത്ത് വേണ്ടിയിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇങ്ങനത്തെ ചെയ്യും. അതൊന്നും പുറത്ത് അറിയില്ല. അദ്ദേഹത്തെ പോലെ ഇനിയും ഒരാൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ, അദ്ദേഹത്തിന് വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട് ആവശ്യത്തിൽ കൂടുതൽ, അതൊക്കെ വിട്ടിട്ട് അദ്ദേഹം മനസ്സോടെ അതങ്ങനെ ചെയ്യിച്ചു. അത് പറഞ്ഞല്ലേ, ഇവരുടെയൊക്കെ കാലത്ത് നമുക്ക് ഉണ്ടാവാൻ പറ്റില്ല. ചെറിയ കാര്യമല്ല. അത് ഞാനും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ലെജൻസിന്റെ ഇങ്ങനെയുള്ള കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റി എന്നുള്ളത്. സെറ്റാണ്. ആക്ച്വലി അത് സിദ്ദിഖ് സാറിന്റെ ലൊക്കേഷനിൽ ഞാൻ പോയപ്പോൾ അടുത്ത സിനിമയാണ്. ആ സിനിമയിൽ ഞാനില്ല. സിദ്ദിഖ് സാറിന്റെ ലാലേട്ടൻ അറിയാലോ, നമ്മുടെ നെടുമുടി ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ലാല് നമ്മളെടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ലാലിൻ്റെ ജീവിതത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ മൊമെൻറ്റിൽ നമ്മളെ അങ്ങോട്ട് ഫുള്ളാക്കി കളയും. ഇതാണ് ലാലേട്ടനിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത. നമുക്ക് എന്തും നമുക്ക് എല്ലാത്തിനും നമ്മുടെ എല്ലാ പ്രശ്നവും കഴിഞ്ഞ് ലാലേട്ടൻ്റെ അടുത്ത് പോയാൽ നമ്മളതിനെ ലൈറ്റ് ചെയ്യും, മെൽറ്റ് ചെയ്യിപ്പിക്കും. കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താ മോനെ എന്നൊക്കെ വിളിച്ച്. അതായത് മോൻ എന്ന് നമ്മളെ പലപ്പോഴും അമ്മയെ വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാദർ അങ്ങനെ വളരെ കുറവാണ് വിളിക്കുക. എന്നെ വിളിക്കുമായിരുന്നു, പക്ഷെ ഞാൻ പല അപ്പന്മാരും അങ്ങനെ വിളിക്കില്ല. എത്ര പ്രായമായാലും നമ്മളൊരാൾ മോനെ എന്ന് അല്ലെങ്കിൽ മോളെ എന്ന് വിളിച്ചാൽ അതൊരു മൊമെൻ്റാണ്. ഈ മനുഷ്യനൊരു വിളി വിളിച്ച് തീർന്നു. അതായത് നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും കഴിഞ്ഞോളൂ. ഈ ലാലേട്ടൻ്റെ മോൻ്റെ വലിയൊരു പ്രത്യേകത അതാണ്. പിന്നെ ഞാനെപ്പോഴും പലപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, എത്രത്തോളം ഇനി എനിക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഏറ്റവും ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ചേട്ടൻ, ഞാൻ ഈ 3 പേരിലും കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു കാര്യം നമ്മൾ മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് റെസ്പോണ്ട് ചെയ്യും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മറുപടി ആയിരിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മളെപ്പോഴും ആവശ്യമായിട്ട് നമ്മൾ വിളിക്കണം, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഫോണിന് സമയമില്ല, നമുക്ക് മെസ്സേജ് അയക്കാൻ സമയമില്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുടെ കാര്യം പറഞ്ഞത്. വിളിക്കാൻ സമയമില്ല. ഇവർക്കൊക്കെ സിനിമ കാണാൻ സമയമുണ്ട്, ഇവർക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ സമയമുണ്ട്, ഇവർക്ക് ഈ ലോകത്തെ മുഴുവൻ കാര്യങ്ങൾ നോക്കാൻ സമയമുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ടൈം മാനേജ്മെൻറ്റ്സ് ഭയങ്കരമാണ്. എല്ലാതും കഴിഞ്ഞിട്ട് ഇവരെ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ട്. നമ്മളിത് നമുക്കൊരു പ്രശ്നമുണ്ടല്ലോ, ഇതൊന്നും ഇവർക്കില്ല. ടച്ച് വുഡ്, ആയുസ്സും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ലാൽ ജോസ്.
ഒരുപക്ഷെ എൻ്റെ അപ്പൻ എൻ്റെ അടുത്ത് ഇത്രയും ചീത്ത പറഞ്ഞിട്ടുണ്ടാവില്ല. വല്ലാത്ത കമന്റ്, വലിയ എന്തോ വരും എന്നുള്ളതിൽ എനിക്കിഷ്ടമാണ് അദ്ദേഹം എന്തെങ്കിലും പറയണത്. എന്ന് വെച്ചാൽ വെറുതെ ചീത്ത പറയണല്ലോ കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട് കുറേയൊക്കെ. എങ്കിലും അദ്ദേഹത്തിന് ആ പ്രിവിലേജ് എൻ്റെ അടുത്തുണ്ട്. ഞാൻ ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 10-28ഓളം സിനിമകൾ, അല്ലെങ്കിൽ 10-29 സിനിമകളോ മറ്റാണ് അദ്ദേഹം. അത്രയും സിനിമകളിൽ അദ്ദേഹം ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും ലാൽ ജോസ് മലയാള സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ കേൾക്കാതെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വേദിയിലേക്ക് എത്തിയില്ല. അപ്പം എൻ്റെ അഡ്രസ്സിലെ ഞാൻ പോലും അർഹിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഒപ്പമാവുന്നു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം എൻ്റെ ചീത്ത പറഞ്ഞാലേക്ക് ഓക്കെ. പക്ഷെ എൻ്റെ മകൾക്ക് നീലു എന്ന് പേരിട്ടത് അദ്ദേഹമാണ്. ചെറിയ ആൾ പിന്നെ നമ്മളൊക്കെയാണ്. ഞാൻ പറഞ്ഞെങ്കിലും എൻ്റെ ഒരു ജ്യേഷ്ഠൻ പോലെ എൻ്റെ വീട്ടിലൊരാളാണ്, ഒരു കാരണവരാണ് നമ്മളെ. ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഇടയ്ക്ക് ചോദിക്കും നീ ഓക്കെ അല്ലേ. നമുക്കിങ്ങനെ ഒരുപാട് തമാശ എന്ന് പറയാൻ പറ്റില്ല എന്നെനിക്ക് വേണേൽ പറയാം. പക്ഷെ എനിക്ക് എൻ്റെ ഒരു റെസ്പെക്റ്റും എൻ്റെ ഒരു ഗുരുതുല്യനായിട്ടുള്ള സ്പേസും കൊണ്ടൊക്കെ എവിടെ ഒരു സീരിയസ്നെസ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എനിക്കുണ്ട്. ഈ ഒരു ടോക്കില് കൈലാഷിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. അതിനപ്പുറത്തേക്ക് മറ്റു പലരെയും ഒരുപാട് അടുത്തറിഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഇനിയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ, ഒരുപാട് നല്ല അവസരങ്ങൾ ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്.